സുജാതനായി സ്നേഹിപ്പാൻ ക്ഷേമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ താൻ വാഴയാകുലമില്ല നാളെ ഇന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം അറിവേണ്ട ആശ്രയമേകാം തൻ കരങ്ങൾ പിന്തിരുണ്ട് തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ അറിവേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്തിരുണ്ട് തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ Because he lives, I can face tomorrow. Because he lives, all fear is gone. I know he holds my future. Our life is worth the living just because he lives. Our life is worth the living just because he lives. എല്ലാ കണ്ണുകളും അടയട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനിധിരമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്, നന്ദി പറയുക. കർത്താവെ, ഞങ്ങൾ പാടി ആരാധിച്ചതുപോലെ അങ്ങ് വാഴുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിക്കും. കർത്താവെ, ഞങ്ങൾക്ക് ഭീതിയില്ല. ഇന്ന് രാത്രി കർത്താവെ, അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുകയാണ്. ദൈവമേ, ജീവിക്കുന്ന ദൈവമേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് രാത്രി അത്ഭുതത്തിൻ്റെ കരം നീട്ടുമാറാകണം. കർത്താവെ, ഭാരത്തോടെ പ്രയാസത്തോടെ ഈ വചന കൂടാരത്തിന് അവൻ അകത്തായിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ, നിന്റെ സ്നേഹത്തിൻ്റെ പൊൻകരം അവിടുന്ന് നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ദൈവത്തിൻ്റെ നീതിയുള്ള കരം കർത്താവെ, ആവലോടെ കടന്നു വന്നിരിക്കുന്ന നിന്റെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, നിന്റെ വചനം പറയുന്നത് പോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. കർത്താവെ, ഇന്ന് രാത്രി അവിടുന്ന് അത്ഭുതം ചെയ്ത് കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളെ റിസ്റ്റോർ ചെയ്യുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അപ്പച്ചാ, ഞങ്ങളുടെ ലജ്ജയെ മാറ്റി കർത്താവെ, ഞങ്ങളെ മാനിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവ്, ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് ഞങ്ങൾ വന്നതല്ല, ഞങ്ങളെ കൂട്ടി വരുത്തിയതാ. നിന്റെ ജീവനുള്ള വചനമയച്ച് ഞങ്ങളുടെ ചാകാറായിരിക്കുന്ന അമേൻ അതുപോലുള്ള അവസ്ഥകളുടെ മേൽ അവിടുന്ന് ജീവൻ പകരുന്നതിനായിട്ട് നന്ദി. കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ എറിഞ്ഞേൽപ്പിക്കുകയാണ്. സ്വർഗം അത്ഭുതം ചെയ്യണം, സ്വർഗം കരങ്ങളെ എടുക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. കർത്താവെ, തുടർന്നുള്ള നിമിഷങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിലെ തമ്പുരാൻ അത്ഭുതം ചെയ്താട്ട്, ഞങ്ങളോട് സംസാരിച്ചാട്ട് കർത്താവെ, ഞങ്ങളുടെ ജീവന്റെ മൊഴികളെ ഞങ്ങൾക്ക് പകർന്നു തന്നാട്ട് കർത്താവെ, അവിടുന്ന് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. മഹത്വം തിരുമേനിക്ക് യേശുവിന്റെ നല്ല നാമത്തിൽ, നല്ല പിതാവേ,
ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥന കേട്ട കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയ. കർത്താവിന് സ്തോത്രം. വീരനാം ദൈവമാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന് സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? അവൻ സ്തോത്രം 4ാമത്തെ ദിവസമാണ് അവൻ സ്തോത്രം ലാസറിന്റെ കല്ലറയിൽ കർത്താവ് വന്നത്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി അവൻ സ്തോത്രം അടഞ്ഞു കിടക്കുന്ന കല്ലറകളുണ്ടേൽ അവൻ സ്തോത്രം. ഹല്ലേലൂയ. ചിലതിന് സ്വർഗം അവൻ സ്തോത്രം അവൻ തുറക്കാൻ പോകുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒരു വിളി വരും. അവൻ സ്തോത്രം. അവിടെ അവന്റെ ശബ്ദം വരും. അത് മാത്രം മതി. ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പിൽ നീ വന്നിട്ടുണ്ടേൽ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പാ. എന്താണെന്നറിയാമോ? അവൻ സ്തോത്രം നിന്റെ കല്ലറയ്ക്കകത്ത് നിന്ന് അവൻ ജീവനില്ലാത്തത് ചിലത് ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് വരുവാനിട്ടിടയാം. നമുക്കൊരു വാക്യം വായിക്കാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിശക്തമായിരിക്കുന്ന ആമേൻ സ്തോത്രം ദൈവവചന സന്ദേശം ആമേൻ കേൾപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവം കേൾപ്പിക്കാനായിട്ട് ഇടയാക്കി. ആമേൻ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ആമേൻ സ്തോത്രം ഇന്ന് രാത്രിയിൽ നമുക്ക് വായിക്കാം. കർത്താവിന് സ്തോത്രം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം കർത്താവിന് സ്തോത്രം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനം. കർത്താവിന് സ്തോത്രം. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിലെ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന ഹെബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്ത് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ഇറക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുകയാ, 38 വർഷമായിട്ട് ഒരുത്തൻ അവൻ ഹല്ലേലൂയ രോഗം പിടിച്ചു കിടക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ സ്വതന്ത്രം അവനെ രക്ഷിപ്പാനായിട്ട് അവൻ ആരുമില്ല. അവൻ ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേട്ടാട്ടെ. കർത്താവിന് സ്തോത്രം. ആരുമില്ലാത്തവർക്ക് വേണ്ടി അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ എൻ്റെ യേശു വരും. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി അവൻ സ്തോത്രം ആരുമില്ലാത്ത ചിലതിനു വേണ്ടി യേശു വരികയാ. കർത്താവിന് സ്തോത്രം. എൻ്റെ യേശുവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ സ്തോത്രം എല്ലാവരും ഉള്ളവരെ അവൻ സ്തോത്രം അടുത്ത് അവൻ വന്നില്ലേലും ആരുമില്ലാത്തവന്റെ അടുത്ത് അവൻ നിശ്ചയമായിട്ടും വരും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ സ്തോത്രം പ്രാർത്ഥനയോടെ ഇരിക്കുന്ന പ്രിയ ദൈവ പൈതലെ, നിനക്ക് വേണ്ടി എൻ്റെ യേശു വരും. അവൻ സ്തോത്രം. യേശു അത്ഭുതവാനാ. അവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവന് ഭയങ്കര മനസ്സലിവാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവന് മാത്രമേ അവൻ സ്തോത്രം അവൻ നമ്മുടെ ഈ പാപങ്ങളെ ക്ഷമിക്കാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ അവൻ സ്തോത്രം അപ്പനും അമ്മയ്ക്കും ഒക്കെ ഒരു പരിധി വരെ സാധിക്കുമായിരിക്കും. കർത്താവിന് സ്തോത്രം. എന്നാൽ ക്ഷമിക്കാൻ പറ്റാത്ത പാപങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ യേശുവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ നീ ഏറ്റവും വലിയ പാപിയായിരിക്കും എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ പറ്റാത്ത പാപം ചെയ്തിരിക്കുമ്പോഴും അവൻ നിന്നോട് ക്ഷമിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്യും. കർത്താവിന് സ്തോത്രം. അങ്ങനത്തെ ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ അവൻ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് പറയുവാനുള്ളത് എന്താണെന്ന് അറിയാമോ? എൻ്റെ യേശു വരും. എൻ്റെ യേശു വന്നാൽ അവൻ സ്തോത്രം അവൻ ദയയുള്ള ദൈവമായതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് വേണ്ടി അവന്റെ കരം നീട്ടും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയും, 1-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ സ്തോത്രം ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. അവൻ സ്തോത്രം. ഹല്ലേലൂയ. വചനം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും വെറുതെ ഉത്സവമായതുകൊണ്ട് പോയതായിരിക്കുമെന്ന്. കർത്താവിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഉത്സവമായത് കൊണ്ട് പോയതൊന്നുമല്ല. അവൻ സ്തോത്രം 38 ആണ്ടായിട്ട് ഒരുത്തൻ കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് വന്നതാ. വിശ്വസിക്കുന്നവരുണ്ടേ കരമുയർത്തിക്കോ. കർത്താവിന് സ്തോത്രം. ഇന്ന് 4-ാം ദിവസമാണ്.
ഇന്ന് 4-ാം ദിവസമാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗം വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവൻ സ്തോത്രം. അവര് വേറെ ജോലി ഇല്ലാഞ്ഞിട്ടല്ല, വേറെ ക്രൂസൈഡ് ഇല്ലാഞ്ഞിട്ടല്ല, കർത്താവിന് സ്തോത്രം, വേറെ കൺവെൻഷൻ ഇല്ലാഞ്ഞിട്ടല്ല. അവൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ വിഷയത്തോട് മനസ്സലിവുള്ളത് കൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. നിനക്ക് വേണ്ടി ആരുമില്ല എന്ന് അവന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ എന്ന ഹെബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്ത് കിടന്നിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ സ്തോത്രം ഹല്ലേലൂയ അതിനകത്തൊരു വള്ളിക്കും പുള്ളിക്കും കുത്തിനും ഭയങ്കര അർത്ഥമാണ്. കർത്താവിന് സ്തോത്രം. ഒരു കുത്തിയിട്ടാൽ അവൻ സ്തോത്രം അതിനകത്ത് അവൻ സ്തോത്രം ആഴി അവൻ സ്തോത്രം സമുദ്രം കിടക്കുകയായിരിക്കും. കർത്താവിന് സ്തോത്രം. ഏതെങ്കിലും ഒരു സമയത്ത് അവൻ സ്തോത്രം ഏതെങ്കിലും ഒരു ഉപദേശിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പാട് കൊടുത്താൽ, അവൻ സ്തോത്രം അവന്റെ ബുദ്ധിയെ ഒന്ന് തൊട്ടാൽ, അവൻ സ്തോത്രം ആ വെളിപ്പാടിന്റെ ആഴങ്ങളൊന്ന് തുറന്നാലുണ്ടല്ലോ, ആ കുത്തിന്റെ അർത്ഥമൊക്കെ അങ്ങ് പുറത്തു വരും. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, തമ്പുരാൻ അവിടെ എഴുതി വെച്ചിരിക്കുക. കർത്താവിന് സ്തോത്രം. ബെഥസ്ദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ബെത്ത് ഹെസ്ദ എന്ന് പറഞ്ഞാൽ, ബെത്ത് എന്ന് പറഞ്ഞാൽ വീട്. കർത്താവിന് സ്തോത്രം. ആമേൻ. ബെത്ത്ലേഹേം. കർത്താവിന് സ്തോത്രം. നമ്മൾ കേട്ടിട്ടില്ലേ? ഗ്ലോറി ബെത്ത്, എലിസബത്ത്. കർത്താവിന് സ്തോത്രം. ഭവനം. അവൻ സ്തോത്രം. ബെത്ത് എന്ന് പറഞ്ഞ ഭവനം. കർത്താവിന് സ്തോത്രം. ബെത്ത് ഹെസ്ദ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് മേഴ്സി. കർത്താവിന് സ്തോത്രം. ഹൗസ് ഓഫ് ഗ്രേസ്. കൃപയുടെ ഭവനം. ചേർന്ന് പറഞ്ഞ കൃപയുടെ ഭവനം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു അവൻ സ്തോത്രം വരുന്നത് കൃപയുടെ ഭവനത്തിലേക്കാ. അവൻ സ്തോത്രം. അവൻ കുളക്കടവിൽ കിടക്കുന്നവനും അവൻ സ്തോത്രം അറിയത്തില്ല, പക്ഷെ കിടക്കുന്നത് അവൻ സ്തോത്രം ബെഥസ്ദയില. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാപ്രവൃത്തി ഇന്നു രാത്രി അവൻ സ്തോത്രം നമ്മൾ കാണാൻ പോവുക. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ സ്തോത്രം ബെഥസ്ദ എന്ന് പറയുന്നത് അവൻ സ്തോത്രം ഹൗസ് ഓഫ് ഗ്രേസ, കൃപയുടെ ഭവനം. സാക്ഷാൽ കൃപയുടെ ഭവനമായിരിക്കുന്നവൻ അവൻ സ്തോത്രം ഹല്ലേലൂയ ആ പേരുള്ള സ്ഥലത്ത് വന്നു നിൽക്കുകയാ. കർത്താവിന്റെ സ്തോത്രം. അതുവരെയും ആ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ? അവൻ സ്തോത്രം ആ എക്സ്റ്റൻഷൻ ഒന്ന് മേടിച്ച് കൂട്ടിക്കും. കർത്താവിന്റെ സ്തോത്രം. അപ്പുറത്തുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവൻ അവിടെയുണ്ട്. അവിടെ കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ബെഥസ്ദ എന്ന് പറയുന്ന സ്ഥലത്തിന് അവൻ സ്തോത്രം അതുവരെയും പേരുണ്ടായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. അതുവരെയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവൻ സ്തോത്രം ഒരു ദിവസം ഒരു സീസൺ ഉണ്ട്. കർത്താവിന്റെ സ്തോത്രം. ആ സീസണിൽ അവൻ സ്തോത്രം ഒരു ദൂതൻ വന്നിട്ട് അവിടെ വന്ന് ഇളക്കും. ആ കുളം ഇളക്കുമ്പോ അവൻ സ്തോത്രം ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകും. കർത്താവിന്റെ സ്തോത്രം. ചേർന്ന് പറഞ്ഞ ഒരു സീസൺ ഉണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സീസൺ ഏതാണെന്ന് അറിയാമോ? യേശു ഉള്ളതാ സീസൺ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതാ സീസൺ. കർത്താവിന് സ്തോത്രം. ആ കുളത്തിനകത്ത് സാന്നിധ്യം ഇറങ്ങുന്നതാ സീസൺ. കർത്താവിന് സ്തോത്രം. അന്ന് ആമേൻ സ്തോത്രം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ആ സീസൺ ഉണ്ടാകുമ്പോ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ആമേൻ സ്തോത്രം വർഷത്തിൽ ഒരു പ്രാവശ്യമല്ല, പിന്നെയോ ആമേൻ സ്തോത്രം ബെഥസ്ദ, സാക്ഷാൽ ബെത്ഹെസ്ദ എന്ന് പറയുന്ന ഹൗസ് ഓഫ് ഗ്രേസ് അവൻ സ്തോത്രം നിന്റെ വിളിക്ക് മുന്നിൽ അവൻ സ്തോത്രം ഇറങ്ങി വരുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വചനം പറയുക, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി പറയാമോ, എന്റെ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ബുദ്ധിയൊക്കെ മാറ്റ, നിന്റെ തിയോളജി മാറ്റ, നീ സെമിനാരിയിൽ പഠിച്ചത് മാറ്റിവെക്ക്. ഇന്നു രാത്രി അവൻ ഒരു പൊട്ടനെ പോലെ വിശ്വസിച്ചാട്ട് എന്റെ യേശുവിന്റെ പേര് ഞാൻ വിളിച്ചാലുണ്ടല്ലോ അവൻ സ്തോത്രം ദൈവം ഇറങ്ങി വരും. അവൻ 38 വർഷം ആരും കാണാതെ കിടന്നവന് അവൻ സ്തോത്രം അവൻ യേശു ഇറങ്ങി വരികയാ. നമ്മൾ ചോദിക്കും, 38 വർഷമായില്ലേ പാസ്റ്ററെ? 38 വർഷമായിട്ട് കർത്താവിന് 38-ാം വർഷമാണോ വരാൻ കഴിഞ്ഞ്? നിങ്ങൾക്കറിയാമോ യേശു അത്ഭുതം തുടങ്ങുന്നത് അവിടെയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തോത്രം കർത്താവ് അത്ഭുതം ചെയ്യുകയാണ്. അവിടെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ആരംഭിക്കുകയാ. കർത്താവിന് സ്തോത്രം. അവൻ ചെയ്ത ആദ്യ അത്ഭുതങ്ങളാ അവൻ സ്തോത്രം കുളക്കടവിലെ അത്ഭുതം. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇങ്ങനെ പറയും, അവൻ സ്തോത്രം യേശു കാത്തിരിക്കുകയായിരുന്നു. ഒരു പരസ്യ ശുശ്രൂഷ ആരംഭിച്ചിട്ട് വേണം ഇവരെ ഒന്ന് സൗഖ്യമാക്കുവാൻ. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നിന്നെ കുറിച്ച് മനസ്സലിവില്ലാത്ത അവൻ സ്തോത്രം ഒരു ക്രൂരനായ ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം മനസ്സലിവുള്ളവനാ. പറഞ്ഞേ, മൈ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് കമ്പാഷൻ.
ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട് എന്റെ യേശു ദയയുള്ള ദൈവമാ. കർത്താവിന് സ്തോത്രം. നിന്നെ ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞപ്പോ ആമേൻ സ്തോത്രം നിന്നെ കാണുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ആമേൻ സ്തോത്രം നിന്റെ വീട്ടുകാർക്കും ആമേൻ സ്തോത്രം ദാവീദ് പറയുക എന്റെ വീട്ടുകാർക്കും ആമേൻ സ്തോത്രം ആമേൻ ആർക്കും എന്നെ വേണ്ടാതിരുന്നപ്പോൾ നീ എന്നെ സ്നേഹിച്ചു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി അതുപോലെ വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങും. ആമേൻ നിന്നെ ചവിട്ടി തേച്ച് ആമേൻ സ്തോത്രം തള്ളിക്കളഞ്ഞ് ആമേൻ കുപ്പയിൽ എറിഞ്ഞപ്പോൾ നീ വിചാരിച്ചു ആമേൻ സ്തോത്രം സ്വർഗം പോലും എന്നെ ഉപേക്ഷിച്ചെന്ന്. ആമേൻ സ്തോത്രം സ്വർഗം കാത്തിരിക്കുകയാണ് നിന്നെ വിടുവിപ്പാൻ. ഇന്നു രാത്രി സ്വർഗം ഇറങ്ങുന്ന ദിവസമാ. ഇന്നു രാത്രി നിന്റെ കർത്താവിന് സ്തോത്രം. ആരുമില്ലാത്ത ദൈവ പൈതലേ, ഇന്നു രാത്രി സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങുകയാ. വിശ്വസിച്ചാട്ട് നീ ഇതിന്റെ അകത്ത് ഇന്ന് വിശ്വസിക്കുമെങ്കിൽ ആമേൻ സ്തോത്രം നീ ഇതിന്റെ അകത്തുനിന്ന് വെറുതെ പോകത്തില്ല. കർത്താവിന് സ്തോത്രം. കയ്യും കഴുകി ആമേൻ സ്തോത്രം എപ്പോഴും യോഗത്തിന് വരും, അവൻ പ്രാർത്ഥിക്കും, അവൻ മടങ്ങിപ്പോകും. പ്രിയ ദൈവ പൈതലേ, അങ്ങനെയല്ല. വിശ്വസിച്ചാട്ട് നീ ഇന്ന് വിശ്വസിക്കുമെങ്കിൽ കർത്താവിന് സ്തോത്രം. ആമേൻ യേശു ആമേൻ സ്തോത്രം കുളക്കടവിലെ രോഗിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? സൗഖ്യമാകുവാൻ നിനക്ക് ഇഷ്ടമുണ്ടോ? ആമേൻ സ്തോത്രം. വായിച്ചാട്ടെ 6-ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. 6-ാമത്തെ വാക്യത്തിനകത്ത് യേശു ചോദിക്കുകയാണ്. ആമേൻ സ്തോത്രം. അവൻ കിടക്കുന്നത് യേശു കണ്ടു, അവനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. കർത്താവിന് സ്തോത്രം. ഞാനിങ്ങനെ ഇത് ആദ്യം വായിച്ച സമയങ്ങളിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. എനിക്ക് ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ്. കർത്താവിന് സ്തോത്രം. ആന്റണി ജോർജിനെയൊക്കെ ഞാൻ കണ്ടു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്. ആമേൻ സ്തോത്രം. യേശു കിടക്കുന്നത് കണ്ടു. യേശു കണ്ടു. പറഞ്ഞു, യേശു കണ്ടു. എല്ലാവരും പറഞ്ഞില്ല, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. ആമേൻ. യേശു കണ്ടു. കർത്താവിന് സ്തോത്രം. യേശു കണ്ടിട്ടുണ്ട് കേട്ടോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും അവിടെ പറയുകയാണ്, യേശു ഏറെ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. പറഞ്ഞു, യേശു അറിഞ്ഞു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നിന്നെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവനല്ല എന്റെ യേശു. നിന്നെ അറിയുന്ന ദൈവം. പറഞ്ഞു, എന്നെ അറിയുന്ന ഒരു തമ്പുരാനുണ്ട്. അവൻ സ്തോത്രം. നിന്നെ തള്ളിക്കളഞ്ഞില്ലേ? നിന്നെ തേച്ച് അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ തകർത്തു കളഞ്ഞ അവൻ സ്തോത്രം ഒരു സമൂഹമില്ലേ? കർത്താവിന് സ്തോത്രം. നീ അതിന്റെ അകത്ത് കിടന്ന് നരകിച്ച് അവൻ സ്തോത്രം നീ വാവിട്ട് നിലവിളിച്ചില്ലേ? ആരും കാണാതെ തലയിണയെ അവൻ സ്തോത്രം ഹല്ലേലൂയ കണ്ണുകീറുകൊണ്ട് കുതിർത്തില്ലേ? അവൻ സ്തോത്രം അറിയുന്നൊരു തമ്പുരാനുണ്ട്. അവൻ സ്തോത്രം കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. വിശ്വസിക്കുന്നവൻ കർത്താവിന് സ്തോത്രം സഭായോഗത്തിന് വന്നിരിക്കുമ്പോൾ വിശ്വസിക്കണം. കർത്താവിന് സ്തോത്രം. അവൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. ഇന്ന് രാത്രി അവൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ ഈ പ്രാരംഭത്തിൽ തന്നെ അവൻ സ്തോത്രം ഞാൻ പറഞ്ഞില്ലേ? കർത്താവിന് സ്തോത്രം. സ്നാപക യോഹന്നാന്റെ വായടച്ചതിന്റെ ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? അവിശ്വാസം പറഞ്ഞ് ഇവൻ നശിപ്പിക്കരുത്. കർത്താവിന് സ്തോത്രം. പുറത്തിറങ്ങി അവൻ അവിശ്വാസം പറയും. അവൻ സ്തോത്രം കണ്ടാലും കേട്ടാലും വിശ്വസിക്കത്തില്ല. കർത്താവിന് സ്തോത്രം. ദൂതൻ വന്ന് മുമ്പിൽ നിന്ന് പറഞ്ഞാലും സംശയിക്കുന്ന പുള്ളികൾ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം അങ്ങനെ ആകല്ലേ. സ്വർഗം നിന്റെ വായിക്ക് സിപ്പിടും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാട്ട്. ഇന്ന് രാത്രി 4-ാം ദിവസമാണ്. ആമേൻ സ്തോത്രം. ഈ വർഷം ആമേൻ ഞാൻ കണ്ടില്ലേലും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഈ മാസങ്ങളിലൊക്കെ ഞാൻ കൂത്തിയിരുന്നിട്ട് കണ്ടില്ലേലും ഇന്ന് രാത്രി ദൈവദാസം വിളിച്ചു പറയുന്ന ജീവനുള്ള വചനത്തിന്റെ മുമ്പിൽ ആമേൻ ഞാൻ എന്റെ കല്ലറയെ കൊണ്ടുവച്ചിരിക്കുക. ആമേൻ സ്തോത്രം. ഇവിടെ എന്തുണ്ടെന്നറിയാമോ? ഇവിടെ ബെത്ഹെസ്ദ ഉണ്ട്. ഹൗസ് ഓഫ് ഗ്രേസ് എന്റെ മുമ്പിൽ ഇറങ്ങിയിരിക്കുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവിന്റെ സ്തോത്രം. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ സ്തോത്രം. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം. ബെത്ഹെസ്ദ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഹൗസ് ഓഫ് ഗ്രേസ്. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ ഞങ്ങൾ കൃപയും സത്യവും നിറഞ്ഞവനായി കണ്ടു. നിങ്ങൾക്ക് വായിക്കാമോ? യോഹന്നാൻ 1:14. അവൻ സ്തോത്രം. ആരാണ്ടൊക്കെ സംശയിക്കുന്നു. കർത്താവിന് സ്തോത്രം. ആരും സംശയിക്കരുത്. വചനത്തിലുള്ളത് മാത്രമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ 1:14 വിളിച്ചു പറയുകയാണ്. അവൻ വായിച്ചാട്ടെ മോളെ. കർത്താവിന് സ്തോത്രം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി ആമേൻ സ്തോത്രം നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവിന് സ്തോത്രം. ബെത്ഹെസ്ദ നോക്കി ഇസ്രായേലിന് ടിക്കറ്റ് എടുക്കണ്ട.
കർത്താവിന് സ്തോത്രം. അവൻ സ്തോത്രം. എന്നാ പിന്നെ അവിടെ പോയി ഒന്ന് കുളം കരക്കുന്നത് നോക്കി കലക്കം നോക്കി നടക്കണ്ട. കർത്താവിന് സ്തോത്രം. അവൻ കലക്കം നടന്നിട്ട് ഇന്ന് ഒരു കാര്യവുമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, സാക്ഷാൽ കൃപ നിറഞ്ഞവൻ, സാക്ഷാൽ കൃപയുടെ ഭവനം അവൻ സ്തോത്രം ഹല്ലേലൂയ നിനക്ക് വേണ്ടി വെളിപ്പെട്ടെന്ന്. കർത്താവിന് സ്തോത്രം. 14-ാം വാക്യത്തിൽ പറയുക, വചനം ജഡമായി തീർന്നു, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എത്ര പേർക്ക് സന്തോഷമുണ്ട്. എന്റെ യേശു കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ സൗഖ്യം നൽകുന്നവൻ. അവൻ കുളക്കരവിൽ ആർക്കും വേണ്ടാത്ത ചിലതിനെ അന്വേഷിച്ച് പിടിച്ചവൻ. ഹല്ലേലൂയ കണ്ണ് കണ്ട അവൻ സ്തോത്രം എന്റെ തമ്പുരാൻ നിന്നെ കണ്ടതാ. അവൻ സ്തോത്രം തളർവാദ രോഗിയെ, അവൻ സ്തോത്രം തളർന്ന് കിടക്കുന്നവനെ, അവൻ സ്തോത്രം എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്നവനെ നിന്നെ എന്റെ സ്വർഗത്തിന്റെ കണ്ണ് കണ്ടതാ. അവൻ സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുക, അവൻ കണ്ടെന്ന് മാത്രമല്ല അവൻ നിന്നെ അറിഞ്ഞ ദൈവമാ. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ഇന്നു രാത്രി അങ്ങനെയാണെങ്കിൽ അത്ഭുതത്തിന്റെ ഭവനം, അവൻ സാക്ഷാൽ അത്ഭുതത്തിന്റെ ഭവനം ഇന്ന് നിന്റെ ഭവനത്തിൽ, നിന്റെ ലിവിംഗ് റൂമിൽ ഇറങ്ങി നിൽക്കുകയാ. അവന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോ ഉടമനവന ശന്തല അടുത്തിരിക്കുന്നവനെ നോക്കി മിണ്ടാതിരിക്കരുത്. കർത്താവിന് സ്തോത്രം. മീക്കൽ അവൻ ഒരിക്കൽ ദാവീദിനോട് പറഞ്ഞു, ഹേ മനുഷ്യ, രാജാവായിട്ട് നീ ഇങ്ങനെ കിടന്ന് നൃത്തം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. അവൻ സ്തോത്രം മനുഷ്യന്റെ മുമ്പിൽ കുറച്ചൊക്കെ ഡിഗ്നിറ്റി വേണം. അവൻ സ്തോത്രം. അവൻ ദാവീദ് തിരിഞ്ഞു നിന്ന് അവൻ സ്തോത്രം പെങ്കൊച്ചിനോട് പറഞ്ഞു, പെങ്കൊച്ചേ, നിന്റെ അപ്പന്റെ കസേരയിൽ എന്റെ കൊണ്ട് ഇരുത്തിയ ഒരു ദൈവമുണ്ട്. കാട്ടിൽ ആരും കാണാതിരുന്നപ്പോ കണ്ടതും അറിഞ്ഞതുമായിരിക്കുന്ന ഒരു ദൈവം. പറഞ്ഞ് കണ്ടവനും അറിഞ്ഞവനുമായിരിക്കുന്ന ദൈവം. നിന്നെ കണ്ട ഒരു ദൈവമുണ്ട്. അവൻ സ്തോത്രം. വിശ്വസിക്കുന്നവരോട് കരമടിച്ചു സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. നിന്റെ ഭവനത്തിൽ സ്വർഗ്ഗമിറങ്ങും. അവൻ സ്തോത്രം. അവൻ ഹല്ലേലൂയ വാക്യം വായിക്കുമ്പോ അതിനകത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവിന്റെ സ്തോത്രം. ആ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. 5-ന്റെ 2-ാമത്തെ വാക്യം. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവയിൽ 3-ാമത്തെ വാക്യം. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, 3-ാം വാക്യത്തിൽ പറയുക, അവിടെ ഈ മനുഷ്യൻ മാത്രമല്ല ഉണ്ടായിരുന്നേ, ക്ഷയരോഗികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മുടന്തരുണ്ടായിരുന്നു. കർത്താവ് സ്തോത്രം. നാനാ വിധത്തിൽപ്പെട്ട രോഗം ബാധിച്ച് ഒത്തിരി വ്യാധി പിടിച്ചവന്മാരുണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിന്റെ തമ്പുരാന്റെ വചനം നോക്കിക്കേ. കർത്താവ് സ്തോത്രം. അതിനകത്ത് ഒരുത്തനെ തെരഞ്ഞു വരികയാ. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ആ ഒരുവൻ നീയാ. വിശ്വസിച്ചാട്ട് ദൈവ പൈതലേ, ആ ഒരുവൻ നീയാ. ഇതിന്റെ അകത്ത് അവൻ സ്തോത്രം വഴിതെറ്റി വന്നതല്ല, നിന്നെ കണ്ടത് കൊണ്ട് വരുത്തിയതാ. നിന്റെ കണ്ട കണ്ണ്, അവൻ നിന്നെ അറിഞ്ഞ തമ്പുരാൻ നിന്നെ വിളിച്ചതിന്റെ അകത്ത് കൊണ്ട് ഇരുത്തിയതാ. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി എന്റെ സ്വർഗം ഇറങ്ങുമ്പോഴുണ്ടല്ലോ, കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. അവൻ ബാക്കി ആരും സൗഖ്യമായില്ലേലും നീ സൗഖ്യമാകും. ബാക്കി ആരും വിടുവിക്കപ്പെട്ടേലും നീ വിടുവിക്കപ്പെടും. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ലോകത്തിന് നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പ്രിയ ദൈവപൈതലേ, നിന്നോട് തന്നെയാ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. അവൻ വിഷമിക്കല്ലേ, ഇനി കരയല്ലേ. കർത്താവിന്റെ സ്തോത്രം. അവൻ സ്തോത്രം. ഇനി എന്റെ വിടുതൽ എവിടെയെന്ന് നീ ചോദിക്കരുത്. കർത്താവിന്റെ സ്തോത്രം. ഇന്നലെയും കൂടി ആ വിഷയം എന്റെ മുന്നിൽ ഉണ്ടായല്ലോ. ഞാൻ ഭാരപ്പെട്ട വിഷയം ഇന്നലെയും കൂടി എന്റെ അടുത്ത് വന്നത് ഞാൻ കണ്ടതാണല്ലോ. പ്രിയ ദൈവപൈതലേ, ഇന്നലെ കണ്ടു കാണും. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ഇന്ന് നിന്റെ മുറിയിൽ, നിന്റെ ആ ലിവിംഗ് റൂമിനകത്ത്, നീ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് 10,000ങ്ങളിൽ ശ്രേഷ്ഠനായിരിക്കുന്നവൻ, ആമേൻ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പറയുക. അവൻ സ്തോത്രം. എബ്രായ ലേഖനം അവൻ സ്തോത്രം 13-ന്റെ 8-ാമത്തെ വാക്യം പറയുക, യേശു ക്രിസ്തു. നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ, വിശ്വസിക്കണം. ഇത് മറക്കരുത്. എന്റെ തമ്പുരാൻ ഇന്നലെയും അവൻ സ്തോത്രം 38 വർഷം രോഗം ബാധിച്ച് കിടന്നവന്റെ മുമ്പിലും അവൻ സ്തോത്രം ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ദൈവമായി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകും. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം. പറഞ്ഞേ, സെയിം. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും പറയുന്നില്ല കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം. ദൂത് ഏക്കത്തില്ല. കർത്താവിന് സ്തോത്രം. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ. കർത്താവിന് സ്തോത്രം. ഇന്നലെ അവൻ സ്തോത്രം 38 ആണ്ടു പിടിച്ചവൻ, അവൻ രോഗം പിടിച്ചവന് വേണ്ടി ഇറങ്ങിയ തമ്പുരാൻ ഇന്നും അവന് മാറ്റം വന്നിട്ടില്ലെന്ന്.
ആരാണ്ടിനൊക്കെ വേണ്ടി എന്റെ സ്വർഗം ഇറങ്ങുകയാ. കുളക്കടവിൽ എന്റെ ദൈവം ഇറങ്ങുകയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ യോഗം കഴിഞ്ഞിട്ട് വേണം ഒന്ന് കരയാനെന്ന് പറഞ്ഞിരിക്കുന്ന ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ആമേൻ സ്തോത്രം. ഈ യോഗം കഴിഞ്ഞ് നീ കരയത്തില്ല. വിശ്വസിച്ചാണ്ട് തമ്പുരാന്റെ സാന്നിധ്യം നിന്റെ ലിവിംഗ് റൂമിൽ ഇറങ്ങുകയാ. എന്റെ തമ്പുരാന്റെ സാന്നിധ്യം ഇറങ്ങുകയാ. യേശു വന്നിട്ടുണ്ടെന്ന കർത്താവിന്റെ സ്തോത്രം. ക്ഷയരോഗി ഉണ്ടായിരുന്നു, മുടന്തരുണ്ടായിരുന്നു. അവരാരും സൗഖ്യം പ്രാപിച്ചതായിട്ട് അതിനകത്ത് എഴുതിയിട്ടില്ല. പക്ഷെ ഒരുവൻ യേശുവിനോട് പറഞ്ഞ ഒരുവനുണ്ട്. കർത്താവിന്റെ സ്തോത്രം. യേശുവിന്റെ കണ്ണ് കണ്ട ഒരുവൻ, യേശു അറിഞ്ഞ ഒരുവൻ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാ, കർത്താവിന്റെ സ്തോത്രം. അവന്റെ കണ്ണ് കണ്ടത് കൊണ്ട്, അവൻ നിന്നെ അറിഞ്ഞത് കൊണ്ട്. പറഞ്ഞേ, അവന്റെ കണ്ണ് കണ്ടത് കൊണ്ട്. എല്ലാവരും പറഞ്ഞില്ല. അവന്റെ കണ്ണ് കണ്ടത് കൊണ്ട്, അവൻ എന്നെ അറിഞ്ഞത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അകത്തിരിക്കുന്നേ. കർത്താവിന്റെ സ്തോത്രം. നിന്നെ വിടിയിപ്പാനാ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നേ. നിന്നെ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. എല്ലാവരും വിശ്വസിക്കുമോ ഒന്നും എനിക്കറിയത്തില്ല. കർത്താവിന്റെ സ്തോത്രം. ചിലതിനു വേണ്ടി വന്നിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസനെ ഞാൻ പലതവണ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു വരാൻ പറ്റത്തില്ല ദൈവദാസനെ. ഞാൻ പെട്ടു. കർത്താവിന്റെ സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ ദൂത് നിന്നോട് പറയാൻ വേണ്ടി മാത്രമാ. അദ്ദേഹം വരാതിരുന്ന് ഈ ദൂത് നിനക്ക് തരാൻ വേണ്ടിയിട്ടാ, വേറെ ഒന്നിനുമല്ല. കർത്താവിന്റെ സ്തോത്രം. ഇന്നൊന്ന് വിശ്വസിക്കാമോ? എന്റെ തമ്പുരാൻ വന്നാലുണ്ടല്ലോ, എന്നെ അറിഞ്ഞവൻ വന്നാലുണ്ടല്ലോ, എന്നെ കണ്ട ആ കണ്ണുകൾ അവൻ സ്തോത്രം ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. കർത്താവിന്റെ സ്തോത്രം. എന്തിനാണെന്ന് അറിയാമോ? സൗഖ്യം തരാനാ. ദൈവത്തിന്റെ വചനം പറയുക. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യത്തിൽ പറയുക, യേശുവിന്റെ ചോദ്യം ഒന്നേ ഉള്ളൂ. കർത്താവിന്റെ സ്തോത്രം. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. കർത്താവിന്റെ സ്തോത്രം. ദൈവദാസനെ എന്തോ ഒരു ചോദ്യമാ. ഈ ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തി ഉണ്ടോ? ദൈവദാസൻ തന്നെ പ്രസംഗിച്ചു കൂട്ടി കണ്ടതാണെന്ന്, പിന്നെയും ദൈവദാസൻ പ്രസംഗിച്ചു കൂട്ടി അറിഞ്ഞതാണെന്ന്, കാണുകയും അറിയുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, അവർ സ്തോത്രം ഒരു സഭയുടെ ശുശ്രൂഷകനായതുകൊണ്ട് എനിക്കത് മനസ്സിലാകും. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പലർക്കും അത്ഭുതം ആവശ്യമാ. പക്ഷേ അവൻ സ്തോത്രം കർത്താവിനോട് പറയുവാൻ പലർക്കും കഴിയുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. അവൻ സ്തോത്രം നിന്നെ കണ്ടത് കൊണ്ടാണ് ഇതിന്റെ അകത്ത് കൊണ്ടുവന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു സഹോദരൻ നമ്മുടെ അവൻ മീറ്റിങ്ങിന് വന്നു കേട്ടോ, പ്രയറിന് വന്നു. കർത്താവിന്റെ സ്തോത്രം. തകർന്ന മനുഷ്യനാ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യേശു നിന്നെ കൊണ്ടുവന്നതാ, നിന്നെ സൗഖ്യമാക്കി, നിന്നെ വിടിവിപ്പാനാ. നീ ഉടഞ്ഞ പാത്രമാ, നിനക്ക് ആരും ഉണ്ടായിരുന്നില്ല. അവൻ സ്തോത്രം. ഹല്ലേലൂയ. ഓനെ നിർത്തല്ലേ കേട്ടോ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഉടഞ്ഞ പാത്രമാ. കർത്താവിന്റെ സ്തോത്രം. നിന്നെ അവൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ പണിയാൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ തമ്പുരാന് പദ്ധതിയുള്ളത് കൊണ്ടാ നീ ഇതിന്റെ അകത്ത് വന്നേ. പ്രിയ ദൈവദാസനെ, നിങ്ങളെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയാമോ? അവൻ സ്തോത്രം നിങ്ങളെ അവൻ ദൈവദാസൻ എന്നൊക്കെ പേര് കാണും, പക്ഷെ ഉടഞ്ഞു കിടക്കുക. ഉടഞ്ഞ ദൈവദാസന. കർത്താവിന്റെ സ്തോത്രം. ചില്ലു കഷണം അവൻ സ്തോത്രം ഈ താഴെ വീണ് പൊട്ടിയാൽ ചിതറിപ്പോകത്തില്ലേ, അതുപോലെ ഉടഞ്ഞതാ. കർത്താവിന്റെ സ്തോത്രം കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയാമോ? യഥാസ്ഥാനപ്പെടുത്താനാ. പക്ഷെ ഞാൻ പറയട്ടെ, കർത്താവിന്റെ സ്തോത്രം ഇവനെ ഞാൻ പല പ്രാവശ്യം വിളിച്ചെങ്കിലും അവൻ സ്തോത്രം വരണോങ്കി വലിയ പാടാ. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി അങ്ങനെ ആകരുത് കേട്ടോ. നിനക്ക് കിട്ടിയ ഈ അവസരം നീ പാഴാക്കരുത്. യേശുവിനെ അറിയുവാൻ കിട്ടിയ അവസരം നീ പാഴാക്കരുത്. കർത്താവിന്റെ സ്തോത്രം. ആ കുളത്തിൽ ദൂതൻ ഇറങ്ങുമ്പോൾ, കുളം ഇളകുമ്പോൾ ഞാൻ സൗഖ്യമാക്കും, അങ്ങനെ നീ വിശ്വസിച്ച് ഇതിനകത്തൊന്നും പോകരുത്. കർത്താവിന്റെ സ്തോത്രം. ഇതിനകത്ത് നീ അവൻ സ്തോത്രം സാക്ഷാൽ ബെഥെസ്ദയെ കാണണം. മനസ്സിലാകുന്നവരുണ്ടോ ഇതിനകത്ത്? കർത്താവിന്റെ സ്തോത്രം. യേശുവിനെ നീ കണ്ടുമുട്ടിയാൽ, ഇതിന്റെ അകത്ത് നീ യേശുവിനെ വിടാതെ പിടിക്കുമെങ്കിൽ,
കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നീ വന്നതുപോലെ പോകത്തില്ല. തളർവാദ രോഗിയോട് യേശു ചോദിക്കുക, പൊന്നെ ഞാൻ നിന്നെ കണ്ടതാ, എനിക്കറിയാം നിന്റെ അവസ്ഥ, പക്ഷെ സൗഖ്യമാകുവാൻ ഒന്ന് ഏൽപ്പിച്ചു തരുമോ? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പലർക്കും ഉള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. സൗഖ്യം കിട്ടണം, പക്ഷെ യേശുവായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുവാനായിട്ട് താല്പര്യമില്ല. കർത്താവിന്റെ സ്തോത്രം. ആ ദൈവദാസൻ പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടും. പാസ്റ്ററെ, തലയിൽ തൊട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പൊന്നു പെങ്ങളെ, നിനക്ക് സൗഖ്യമാകത്തില്ല. ആമേൻ. കുളത്തിന്റെ പ്രത്യേകതയല്ല നിന്റെ സൗഖ്യം. കർത്താവിന്റെ സ്തോത്രം. കൃപയുടെ ഭവനത്തിനകത്താ സൗഖ്യം ഇരിക്കുന്നേ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് പിടിക്കാനുണ്ടെങ്കിൽ കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കുളം നോക്കി നടക്കുന്നവൻ അവൻ സ്തോത്രം. ഹല്ലേലൂയ. കുത്തിയിരുന്ന സമയം പാഴാക്കും. ആണ്ടിലും കൊല്ലത്തിലും എല്ലാ സമയത്തും ദൂതൻ ഇറങ്ങിയാൽ ഇറങ്ങി. അവിടെ ഒരു സീസൺ ഉണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവൻ സ്തോത്രം സന്നിധിയിൽ ഇരിക്കുന്നവന് എന്നും സീസണാ. പറഞ്ഞേ, എന്നും സീസൺ. ഓ റാൽമാസേ. അവൻ സ്തോത്രം. അടുത്തിരിക്കുന്ന യേശുവിന്റെ കരമൊന്ന് മുറുകെ പിടിച്ചേ. ആണി പഴുത് നിനക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആമേൻ. ആണി പഴുത് ഇതിന്റെ അകത്ത് സെൻസ് ചെയ്യാൻ പറ്റുമോ? ആണി പഴുത് ഇതിന്റെ അകത്ത് സെൻസ് ചെയ്യാൻ പറ്റുമോ? ആണിപ്പഴുത് ഇതിന്റെ അകത്ത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, യേശുവിനെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, 7 നിലവിളക്കുകൾക്ക് നടുവിൽ നിൽക്കുന്ന തമ്പുരാന്റെ മുഖം നിനക്ക് യഥാർത്ഥമായി അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇന്നു നിന്റെ സൗഖ്യം ഉറപ്പാ. കേട്ടിട്ട് മാർക്കിട്ട് പോകില്ല. കേട്ടിട്ട് മാർക്കിട്ട് പോകരുത്. കർത്താവിന്റെ സ്തോത്രം. കേട്ടിട്ട് മാർക്കിട്ട് പോകരുത്. കേട്ടിട്ട് കാണണം. അവനെ നീ കാണണം. ഇന്ന് രാത്രി നീ യേശുവിനോട് കാണണം. യേശുവിന് വേണ്ടി അവൻ സ്തോത്രം നിന്റെ ഹൃദയത്തെ കൊടുക്കണം. കർത്താവിനോട് പറയണം, ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, നിനക്ക് മാത്രമേ എന്നെ റിസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് നീ വിശ്വസിക്കണം. കർത്താവിന്റെ സ്തോത്രം. യേശു നിന്നെ സൗഖ്യമാക്കും. യേശു നിന്നെ സൗഖ്യമാക്കും. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഒരു കാര്യം മാത്രം. ഹല്ലേലൂയ. പാസ്റ്റർ വേഗം പറഞ്ഞാട്ടെ. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഒരു കാര്യം മാത്രം. വേഗം പറയൂ ദൈവദാസനെ, വേഗം പറയും. ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. എന്താണെന്ന് അറിയാമോ? നിന്റെ വായ് തുറന്ന അവനോട് പറഞ്ഞാൽ മതി. ഇതിന്റെ അകത്ത് ആരെങ്കിലും വിളിക്കാനുണ്ടോ? കർത്താവിന് സ്തോത്രം. നടക്കത്തില്ലെന്ന് പറയില്ല. കർത്താവിന് സ്തോത്രം. നടക്കത്തില്ലെന്ന് പറയരുത്. ഇന്ന് രാത്രി കർത്താവിനോട് പറയണം, നീ തൊട്ടാ ഞാൻ സൗഖ്യമാക്കും. കർത്താവിന് സ്തോത്രം. ഇനി ഞാൻ പറയുന്നു നീ കേൾക്കരുത്. നീ പറയാൻ തുടങ്ങിക്കോ. ഇനി എന്റെ വാക്ക് നിനക്ക് ആവശ്യമില്ല. തമ്പുരാൻ നിന്റെ അകത്ത് സാന്നിധ്യം, ആമേൻ, നിന്റെ ഭവനത്തിനകത്ത് സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ആവശ്യം നിനക്കില്ല. പ്രിയ ദൈവപൈതലേ, നിനക്ക് എന്റെ ആവശ്യമില്ല. ദൂതനെന്തിനാ? ബെത്ഹെസ്ത ഉള്ളപ്പോ ദൂതനെന്തിനാ? പറയണം, എന്റെ യേശു എന്റെ പുരക്കകത്തുണ്ട്. എന്റെ യേശു എന്റെ ലിവിംഗ് റൂമിനകത്തുണ്ട്. എന്റെ യേശു എന്റെ വാഹനത്തിനകത്തുണ്ട്. നീ ഇരിക്കുന്ന സ്ഥലത്തുണ്ട്. നീ എവിടെയാണോ ഇരിക്കുന്നത്, ചിലപ്പോ ജോലി സ്ഥലത്തായിരിക്കും. ആമേൻ, 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 ആമേൻ. എന്റെ യേശു ഉണ്ട്. അക്കരം വിടരുത് കേട്ടോ, അക്കരം വിടരുത്. അവൻ സ്തോത്രം. അവന്റെ ആണിപ്പഴുതാറുന്ന കരത്തിൽ മുറുകെ പിടിച്ചാട്ട് പെങ്ങളെ. അവൻ സ്തോത്രം മുറുകെ പിടിച്ചാട്ട്. അവൻ സ്തോത്രം. അവന്റെ ജീവശ്വാസം നിന്റെ മേൽ വ്യാപരിക്കുക. അവന്റെ ജീവൻ നിന്റെ മേലേക്ക് പകരുക. ഇന്ന് രാത്രി കല്ലറ തുറക്കും. ആമേൻ, 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 ആമേൻ. കരങ്ങളെ അടിക്കണമെങ്കിൽ കരങ്ങളെ അടിച്ച് അവൻ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം പറയണമെങ്കിൽ സ്തോത്രം പറഞ്ഞ് മിണ്ടാതിരിക്കരുത്. ദൈവം അവൻ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോ കൂടെ ചലിച്ച വിടുതല. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോ കൂടെ ചലിച്ച വിടുതല. പൊട്ടനാണെന്നൊക്കെ തോന്നുന്നവർക്ക് തോന്നിക്കോട്ടെ. കർത്താവിന്റെ സ്തോത്രം. നീ സൗഖ്യം പ്രാപിക്കും. ക്ഷയരോഗിയൊക്കെ അവിടെ കിടക്കും. മുടന്തനൊക്കെ അവിടെ കിടക്കും. അവൻ കൈയടിച്ചും അവൻ സ്തോത്രം ചെയ്തു നൃത്തം ചെയ്തും അവൻ സ്തോത്രം മീക്കളിനോട് അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തോത്രം മീക്കളിനെ നോക്കാതെ നൃത്തം ചെയ്ത ദാവീദ് അവൻ സ്തോത്രം. ഹല്ലേലൂയ. നിശ്ചല കൃപകൾക്ക് ഉടമസ്ഥനായി. അവന്റെ സിംഹാസനത്തെ ഇളക്കുവാൻ അവൻ സ്തോത്രം ഉലകത്തിലെ ഒരു ശക്തി
ശക്തിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, അവന്റെ സിംഹാസനം ഇളകാത്ത സിംഹാസനമാ. അവന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ അവൻ പറിച്ചു കളയുവാൻ ഒരു ശക്തിക്കും ഒരു ഡെമോക്രസിക്കും സാധിക്കത്തില്ല. ഒരു കമ്മ്യൂണിസത്തിനും ഒരു ഇസത്തിനും ഒരു സോഷ്യലിസത്തിനും സാധിക്കത്തില്ല. അവൻ സ്തോത്രം, നീ വിശ്വസിക്കുമെങ്കിൽ അവൻ സ്തോത്രം, നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. എന്നെ നോക്കിയിരിക്കില്ല, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കർത്താവിനോട് പറഞ്ഞാട്ടെ, യേശുവേ എനിക്ക് സൗഖ്യം വേണം. കർത്താവേ, നീ എന്നെ കണ്ടത് കൊണ്ടാ, നീ എന്നെ അറിഞ്ഞത് കൊണ്ടാ. അവൻ സ്തോത്രം, തളർവാദ രോഗി പറയുകയാ, അവൻ സ്തോത്രം, എനിക്ക് സൗഖ്യം വേണം. കർത്താവിന് സ്തോത്രം, എന്നെ രക്ഷിപ്പാൻ ആരുമില്ല. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ പറഞ്ഞേ, എനിക്ക് ആശ്രയം യേശു തന്നെയാ, എനിക്ക് ആശ്രയം യേശു തന്നെയാ. കർത്താവേ, എന്റെ രോഗം നീ സൗഖ്യമാക്കണം, എന്റെ കടബാധ്യത നീ എടുത്തു മാറ്റണം. കർത്താവിന് സ്തോത്രം, നിന്റെ ക്ഷയരോഗം എന്തായിരുന്നാലും, അവൻ നിന്റെ മുടം എന്തായിരുന്നാലും, സ്വർഗത്തിലെ തമ്പുരാന് നിന്റെ വിഷയം ഒരു വിഷയമേ അല്ല. കർത്താവിന് സ്തോത്രം, എന്താ കാര്യം എന്നറിഞ്ഞാവോ? നിന്നെ നന്നായിട്ട് അറിഞ്ഞിട്ടാ വന്നേ, നിന്നെ കണ്ടിട്ടാ വന്നത്. ഇതിന്റെ അകത്ത് ഇറങ്ങിയത് തന്നെ നിന്നെ കണ്ടത് കൊണ്ടാ. 38 ആണ്ടായിട്ട് കിടക്കുന്ന കിടപ്പ് അവൻ അറിഞ്ഞെന്ന എന്നിട്ട് മനസ്സിലാകുന്നില്ല. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, നിന്റെ കോർട്ടിലെ കേസുണ്ടല്ലോ, അവൻ സ്തോത്രം, ഹല്ലേലൂയ, നിനക്കറിയാൻ പാടില്ല, നിനക്ക് വായിക്കാൻ അറിയാൻ പാടില്ല. അവൻ സ്തോത്രം അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. തമ്പുരാൻ അറിഞ്ഞതാ, തമ്പുരാൻ അറിഞ്ഞിട്ടുണ്ട്, ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ സ്തോത്രം, കസേരയിലൊക്കെ ചാടി ഇറങ്ങി, ആമേൻ സ്തോത്രം, മുഴങ്കാലിൽ ചാടിക്കൂ. ആമേൻ സ്തോത്രം, കിടക്കുന്നത് അവൻ കട്ടിലേക്ക് കിടന്നുകൊണ്ടാണെങ്കിൽ അവൻ കൂട്ടിയിരുന്നു, മുഴങ്കാല് മടക്കിക്കോ. ഇന്ന് രാത്രി നീ കൊണ്ടുപോകും. ഓ നമ്മൾ ആമേൻ, ആമേൻ, ആമേൻ. ഈ ഓൺലൈൻ മീറ്റിംഗിൽ ഇതിന്റെ അപ്പുറം ഒന്ന് പ്രസംഗിക്കാൻ എനിക്കറിയാൻ മേല. ആമേൻ സ്തോത്രം, നീ വിശ്വസിച്ച നീ അത്ഭുതം കൊണ്ടുപോകും. ഇതിന്റെ അകത്തുനിന്ന് നീ അത്ഭുതം കൊണ്ടുപോകും. ആമേൻ. ഉടനെ അവിടെ പ്രാപിച്ചില്ലേലും, ക്ഷയരോഗി പ്രാപിച്ചില്ലേലും, ആമേൻ, മാർത്ത തടസ്സം നിന്നാലും, ആമേൻ സ്തോത്രം, വിളിച്ചു കൂവാൻ ആരെങ്കിലും ഉണ്ടോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, ആമേൻ. ദാവീദ് പുത്ര, എന്നോട് കനിവ് തോന്നണമെന്ന് വിളിക്കാൻ ആരേലും ഉണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നീ സാക്ഷ്യവും കൊണ്ട് ഇതിനകത്ത് വരും. പ്രിയ ദൈവ പൈതലേ, നിന്നെ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നത് ആമേൻ സ്തോത്രം സാക്ഷ്യം പറയാനാ. കർത്താവിന് സ്തോത്രം, നീ ഒന്നും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒന്നും മറച്ച് ചിന്തിക്കല്ലേ കേട്ടോ. കർത്താവിന് സ്തോത്രം, ആമേൻ. സ്നാപകയോഹന്നാൻ പറയാൻ തുടങ്ങിയപ്പോ സ്വർഗം പറഞ്ഞു, ഇനി മിണ്ടരുത്. കർത്താവിന് സ്തോത്രം, അവിശ്വാസം ഇനി മിണ്ടരുത്. ആമേൻ, ഇനി മേലാ ചോദിക്കരുത്. ആമേൻ. കർത്താവിന് സ്തോത്രം, ചിലതിന്റെയൊക്കെ ഇരിപ്പ് കണ്ടാൽ അവൻ സ്തോത്രം, ഹല്ലേലൂയ, അല്ലേ? കർത്താവിന് ദൂതം വന്ന് അവൻ സ്തോത്രം സിപ്പിടേണ്ടി വരും. കർത്താവിന് സ്തോത്രം, അങ്ങനെ ആകരുത് കേട്ടോ. ചലിക്കാൻ തുടങ്ങിക്കോ. കർത്താവിന് സ്തോത്രം, ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. കർത്താവിന് സ്തോത്രം, വായി തുറന്ന് പറഞ്ഞേ, എന്റെ യേശു എന്റെ കൂടെയുണ്ട്, അത്ഭുത മന്ത്രി എന്റെ കൂടെയുണ്ട്. അവൻ എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും, അവൻ എന്റെ ശുശ്രൂഷയെ പുറത്തു കൊണ്ടുവരും. ആരും പ്ലാറ്റ്ഫോം തന്നില്ലേലും എനിക്ക് വേണ്ടി എന്റെ സ്വർഗം പ്ലാറ്റ്ഫോം ഇടും. അവൻ സ്തോത്രം, അത് തടയാൻ ലോകത്തിൽ ഒരുത്തരും സാധ്യമല്ല. അവൻ സ്തോത്രം, നിന്റെ ശുശ്രൂഷയുടെ താക്കോൽ എന്റെ അപ്പന്റെ കയ്യിലാ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. പാട്ടും പാടാൻ അറിയാം, ഹല്ലേലൂയ. അവൻ സ്തോത്രം, വർഷിപ്പ് ലീഡ് ചെയ്യാൻ അറിയാം. പക്ഷെ ഇതുവരെ ഒരു ശുശ്രൂഷ കിട്ടിയിട്ടില്ല. കർത്താവിൻ സ്തോത്രം, സ്വർഗം നിനക്ക് വേണ്ടി ശുശ്രൂഷ ഒരുക്കുകയാ. പ്രിയ ദൈവ പൈതലേ, അവൻ സ്തോത്രം, ആരെയും നോക്കണ്ട, അവൻ അവസരങ്ങളെ ഒന്നും നോക്കി നീ പോകണ്ട. ഇന്ന് രാത്രി നിന്നെ കണ്ടൊരു കണ്ണുണ്ട്. അവൻ സ്തോത്രം, നിന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട്. അവൻ സ്തോത്രം, പൊന്നു പെങ്ങളെ, നിന്നെ കണ്ടിട്ടാ ഇതിന്റെ അകത്ത് സ്വർഗം കൂട്ടിക്കൊണ്ടു വന്നേ, നിന്നെ വിടിവിപ്പാനാ. കർത്താവിൻ സ്തോത്രം, സ്വർഗം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, നിന്റെ ജീവിതം എനിക്ക് തരുവോ? കർത്താവിന് സ്തോത്രം, കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിലെ ഒരു കൊച്ചു കൂട്ടായ്മയിൽ അവൻ സ്തോത്രം, സ്വർഗം എന്നോട് ഒരു ദൂതായിട്ട് ഇടപെട്ടു. എന്താണെന്ന് അറിയാമോ? അവൻ സ്തോത്രം, അതിതാ കർത്താവിന് സ്തോത്രം, പത്രോസും യോഹന്നാനും അവൻ സ്തോത്രം ഗനേസരത്തിന്റെ തടാകത്തിൽ, അവൻ സ്തോത്രം തടാകത്തിന്റെ തീരത്തെ, അവൻ സ്തോത്രം ഒന്നുമില്ലാത്തവരായി ഒഴിഞ്ഞ വടകുമായിട്ട് നിൽക്കുകയാ. കർത്താവിന് സ്തോത്രം, വല കാലിയാ, പോക്കറ്റ് കാലിയാ. നല്ലൊരു പോക്കറ്റ് ഉണ്ട്, പക്ഷെ പോക്കറ്റിനകത്ത് ഒന്നുമില്ല. അവൻ സ്തോത്രം, ഹല്ലേലൂയ, കണ്ടാരും പറയത്തില്ല. ഒരിക്കൽ ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോയപ്പോ അവൻ സ്തോത്രം, ഞാനിങ്ങനെ നല്ല ക്രോസിന്റെ പെന്നൊക്കെ കുത്തി, അവൻ സ്തോത്രം നല്ല ഉടുപ്പൊക്കെ ഇട്ട്, അവൻ സ്തോത്രം, ഹല്ലേലൂയ, കണ്ടാൽ അവൻ സ്തോത്രം ഒരു നല്ല അവൻ പ്രാഗൽഭ്യത്തോടെ അവൻ കാറിന്റെ ചാവി, അവൻ സ്തോത്രം വലിയ കാറിന്റെ ചാവിയൊക്കെ മുന്നിലിട്ട് അയച്ചു മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇരുന്നേച്ച ദൈവദാസൻ പറഞ്ഞു, അവൻ സ്തോത്രം, അടുത്തിരിക്കുന്നവർ തമ്മിൽ പ്രാർത്ഥിച്ചാട്ടെ. അവൻ സ്തോത്രം, ഹല്ലേലൂയ, എന്നിട്ട് പറഞ്ഞു, വിഷയം
വിഷയങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ എന്റെ വിഷയം ആമേൻ സ്തോത്രം അടുത്തിരിക്കുന്നവനോട് പറഞ്ഞപ്പോ അദ്ദേഹം എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, കണ്ടാ തോന്നത്തില്ല കേട്ടോ, കർത്താവിന് സ്തോത്രം, കണ്ടാ പറയത്തില്ല കേട്ടോ. കർത്താവിന് സ്തോത്രം ഇരിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആമേൻ സ്തോത്രം വലിയ പുള്ളിയാണെന്ന്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. സഹോദരൻ പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവിന് സ്തോത്രം, ഇന്ന് രാത്രി അതുപോലെയാ ചിലതൊക്കെ, പക്ഷെ കണ്ടൊരു ദൈവമുണ്ട്, നിന്നെ നന്നായിട്ട് കണ്ടൊരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. പടക് ശൂന്യമായിട്ട് അവൻ സ്തോത്രം പടകുമായിട്ട് അവിടെ നിൽക്കുമ്പോ അവൻ സ്തോത്രം, ഹല്ലേലൂയ, എന്റെ യേശുനാഥനോട് വരികയാ. അവൻ സ്വത പുരുഷാരെ തിക്കി തിരക്കുകയാ. അതേ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെ തന്നെ തിക്കി തിരക്കുകയാ. കർത്താവ് സ്തോത്രം, ദൈവ ത്രോങ്ങിങ്. അവൻ ചിലരൊക്കെ അവൻ തിക്കി തിരക്കും. അവൻ സ്തോത്രം, ഹല്ലേലൂയ. അവരൊക്കെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോ യേശു ചെരിഞ്ഞ പത്രോസിനോട് ചോദിക്കുക, അവൻ ആരോടാണെന്ന് അറിയാമോ? ഒഴിഞ്ഞ പോക്കറ്റുള്ള നിന്നോട്. അവൻ സ്തോത്രം, ക്രോസിന്റെ അവൻ പെന്ന് നിന്റെ പോക്കറ്റിൽ ഉണ്ടേലും, അവൻ സ്തോത്രം, ഹല്ലേലൂയ, നല്ല ബോട്ടൊക്കെ നിനക്ക് സ്വന്തമായിട്ടുണ്ടേലും, കണ്ട വലിയ അവൻ സ്തോത്രം, അവൻ ഫിഷറീസിന്റെ ഉടമസ്ഥനാണെന്നൊക്കെ തോന്നിയാലും, അവൻ സ്തോത്രം, തമ്പുരാൻ നിന്നെ കണ്ടതാ. അവൻ സ്തോത്രം, പത്രോസിനോട് ചോദ്യം. എന്ത് ചോദ്യമാണെന്നറിയാമോ? കുളക്കടവിലെ അവൻ സ്തോത്രം കുളക്കരയിലെ രോഗിയോട് ചോദിച്ച അതേ ചോദ്യം. അവൻ സ്തോത്രം, നിന്റെ ബോട്ട് എനിക്ക് തരൂ. കർത്താവിന് സ്തോത്രം, ആമേൻ ആമേൻ. നമുക്ക് സൗഖ്യം വേണം, ബോട്ട് തരത്തില്ല. ചിലതിനോടൊക്കെ സ്വർഗം വിടകിടുകയാ. എനിക്ക് സൗഖ്യം വേണം, പക്ഷെ ബോട്ട് തരത്തില്ല. അവൻ സ്തോത്രം, ഞാൻ ജീവിതം തരത്തില്ല, പക്ഷേ എനിക്ക് വിടുതൽ വേണം. കർത്താവ് സ്തോത്രം, തളരാതെ രോഗിയോട് കർത്താവ് ചോദിക്കുക, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? യഥാർത്ഥമായിട്ട് മനസ്സുണ്ടോ? ഈ ബെഥെസ്ദയിൽ വന്നത് ദൂതനെ കാണാനാണോ, അല്ലെങ്കിൽ സാക്ഷാൽ കൃപയുടെ ഭവനത്തെ കൃപ നിറഞ്ഞവരെ കാണാനാണോ? ആമേൻ. യോഹന്നാൻ 1:14 പറയുകയാ, അവനാ കൃപയുടെ ഭവനം. അവൻ കൃപ നിറഞ്ഞവനായിട്ട് അവനെ നമ്മളെ ജഡം, അവൻ സാക്ഷാൽ ജഡമായിട്ട് അവനെ കണ്ടെന്ന്. നിങ്ങളൊന്നും എക്സൈറ്റഡ് ആകുന്നില്ല. ഞാനിവിടെ ഇരിക്കാൻ പറ്റാതിരിക്കുക. ഇതിന്റെ അകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആമേൻ ആമേൻ ആമേൻ. നിങ്ങൾ ആരും പ്രാപിച്ചില്ലേ? ഇന്ന് ഞാൻ പ്രാപിക്കും. ആമേൻ സ്തോത്രം. I'm preaching better than you praising him. Hallelujah. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. കരമടിക്കുന്നവൻ കരമടിച്ചു. ആമേൻ സ്തോത്രം. ലിവിംഗ് റൂമിലാണെന്ന് ഓർക്കരുത്, അച്ചായനുണ്ടെന്ന് ഓർക്കരുത്, മക്കളുണ്ടെന്ന് ഓർക്കരുത്, മക്കൾ അപ്പനുണ്ടെന്ന് ഓർക്കരുത്. കരമടിച്ചേ ആമേൻ സ്തോത്രം പറഞ്ഞ ആമേൻ. ദൈവം ഇറങ്ങുമ്പോ മിണ്ടാതിരിക്കരുത്. യേശു കടന്നു പോകുമ്പോ മിണ്ടാതിരിക്കരുത്. അവസരം കളയരുത് കേട്ടോ. കർത്താവിന്റെ സ്തോത്രം. ഇരു കരങ്ങൾ ഉയർത്തി ആമേൻ ആമേൻ. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ സ്തോത്രം. വീഡിയോ ഓഫ് ചെയ്തിട്ട് ചാരാട്ടൊക്കെ കരം ഉയർത്തുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ആരാട്ടൊക്കെ നെടുപ്പാട്ട് വീഴുന്നുണ്ട്. നിന്റെ കണ്ണിൽ നിന്ന് ധാരയായിട്ട് കണ്ണുനീർ ഒഴുകുമ്പോ തമ്പുരാൻ നിന്നെ ചേർത്ത് പിടിക്കുക. അവൻ സ്തോത്രം. ദൈവദാസന് നിന്നെ മനസ്സിലായില്ലേലും, നിന്റെ കൂട്ടു സഹോദരന് നിന്നെ മനസ്സിലായില്ലേലും, നിന്റെ കൂട്ട വിശ്വാസിക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റിയില്ലേലും, നിന്നെ അറിയുന്നൊരു തമ്പുരാനുണ്ട്, നിന്നെ കളയാത്തൊരു തമ്പുരാൻ. ആമേൻ. അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഇന്ന് രാത്രി അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. പത്രോസേ, നിന്റെ പടക് എനിക്ക് വേണം, തരുവോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പത്രോസ് ആ പടക് അവന് കൊടുക്കുക. ദൈവത്തിന്റെ വചനം പറയുക, ആ പടകിനകത്തേക്ക് എന്റെ തമ്പുരാൻ കയറി നിന്നേച്ചും. ആമേൻ സ്തോത്രം. അവിടെ നിന്ന് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പത്രോസിന് വേണ്ടി ദൂത് പറയുന്നതല്ല. പത്രോസെ, നിന്നെ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാൻ പോകുന്നു എന്ന് തലേ കൈവച്ച് ദൂത് പറഞ്ഞതായിട്ട് എഴുതിയിട്ടില്ല. ആമേൻ സ്തോത്രം. നിനക്ക് പ്രവചന ശുശ്രൂഷ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല. നിന്റെ മേൽ സഭയുടെ കെട്ടുപണി നടത്തുമെന്ന് പറഞ്ഞില്ല. ഈ പാറമേൽ ഞാൻ അടിസ്ഥാനമിടുമെന്ന് പറഞ്ഞില്ല. നിനക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തരുമെന്ന് അന്ന് പറഞ്ഞില്ല. പറഞ്ഞേ ആമേൻ സ്തോത്രം. സ്വർഗം ഒന്നും പറയാതിരിക്കുമ്പോ വേണമെങ്കിൽ പോകരുത് കേട്ടോ. കർത്താവിന്റെ സ്തോത്രം. സ്വർഗം പറയാതിരിക്കുമ്പോ ആമേൻ സ്തോത്രം പടക് കൊടുത്തിട്ട് ആമേൻ സ്തോത്രം മിണ്ടാതെ നീ കുത്തിയിരുന്ന് ആരാധിക്കുമെങ്കിൽ, അവൻ അവന്റെ വാക്ക് പറയുമ്പോ തുള്ളിച്ചാടി നൃത്തം ചെയ്യുമെങ്കിൽ, ഹല്ലേലൂയ പറയുമെങ്കിൽ, എന്ന് ദൂത് വിളിച്ചു പറയുമെങ്കിൽ, ആമേൻ പറയുമെങ്കിൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കേട്ടോ, ആമേൻ സ്തോത്രം. ശുശ്രൂഷിച്ച് കഴിഞ്ഞതും ആമേൻ സ്തോത്രം തമ്പുരാൻ തിരിഞ്ഞ പത്രോസിനോട് ചോദിക്കുക, പത്രോസേ, പടകിന്റെ വലതു ഭാഗത്ത് വലയിറക്കിക്കോ, ആഴിയുടെ ആഴത്തിലേക്ക് വലയിറക്കിക്കോ. കർത്താവിന്റെ സ്തോത്രം. പത്രോസ് പറയുക, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഇതിന്റെ അകത്ത് ഒന്നുമില്ലാത്ത ചിലതിനെ എന്റെ സ്വർഗത്തിലെ തമ്പുരാൻ ആമേൻ കണ്ടുകൊണ്ടിരിക്കുക.
ഇന്ന് രാത്രി നിനക്ക് തരും. പത്രോസ് പറയുക, എങ്കിലും നാഥ നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം, ഇത് മതി എനിക്ക്. യേശു പറയാ, ഇത് മതി, എനിക്ക് ഈ വാക്ക് മതി. പത്രോസ്, എനിക്ക് ഈ വാക്ക് മതി. തളർവാദ രോഗി, അവൻ മുടന്തന്മാർക്ക് പറയാൻ പറ്റാത്ത ഈ വാക്ക് നിനക്ക്, അവൻ സ്വത്രം എനിക്ക് മതി, ഇനി ഞാൻ ചെയ്തോളാം. അവൻ ഇതിന്റെ അകത്ത് ചിലതിനു വേണ്ടി കണ്ണുകൾ അടച്ചേ. അവൻ, നിങ്ങൾ ആരെ നോക്കിക്കൊണ്ടിരിക്കുക? അവൻ ദൈവദാസന്, ദൂതനെ ആർക്ക് വേണം? യേശുവിനെ കണ്ടാട്ട് മകളെ എന്ന് പറഞ്ഞ് ചേർത്ത് വിളിക്കുന്ന അവന്റെ വസ്ത്രത്തിന്റെ മണം നിനക്ക് കിട്ടുന്നുണ്ടോ? എങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വിടുതല. കർത്താവിന് സോദര, അവന്റെ സാന്നിധ്യം നിന്റെ ശരീരത്തിൽ ഇറങ്ങുന്നു, അരിച്ചിറങ്ങുന്നു, നീ അനുഭവിക്കുന്നുണ്ടേ, ഇന്ന് രാത്രി നിനക്ക് വിടുതല. ആമേൻ. ആ കരങ്ങൾ ഉയർത്തി, ഇരു കരങ്ങൾ ഉയർത്തി അപ്പച്ചനോടൊന്ന് പറഞ്ഞേ, നിന്റെ ഒരു വാക്ക് മതി, നിന്റെ ഒരു വാക്ക് മതി. രാത്രി മുഴുവനും ഒന്നും കിട്ടിയില്ലേലും ഐ ഡോണ്ട് കെയർ. ഇന്ന് രാത്രി നിന്റെ ഒരു വാക്ക് വായി തുറന്നൊന്ന് പറയാമോ? ഒരു വാക്കൊന്ന് പറയാമോ? നിന്റെ ഒരു വാക്ക് മതി എന്നൊന്ന് പറയാമോ? പരിശുദ്ധാത്മാവ് നിന്റെ വായിൽ എന്തൊക്കെയോ തരിക. നീ ആലറിക്കറിഞ്ഞു. പൊന്നു സ്നേഹിത, ആലറിക്കരഞ്ഞു. തളർവാദ രോഗി, നിന്നെ കണ്ടിട്ടാ ഞാൻ വന്നേ. തളർവാദ രോഗി, നിന്നെ അറിഞ്ഞിട്ടാ വന്നേ. പക്ഷെ നിന്റെ ഒരു വിശ്വാസത്തിന്റെ ഒരു വാക്ക് എനിക്ക് വേണം. ഇന്ന് ആ വാക്കിന്റെ പുറത്ത് നിന്റെ വാക്ക്, എന്റെ വാക്ക് നിനക്ക് മതി എന്ന് പറയുന്നൊരു വാക്ക് എനിക്ക് കേൾക്കണം. ആമേൻ, 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 ആമേൻ. കർത്താവേ, നിന്നെ ഞാൻ അനുസരിക്കുമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ലോകത്തെ ഞാൻ നോക്കത്തില്ലെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? പത്രോസേ, എടാ പൊട്ട, നീ എന്തിനാ പിന്നെ പോകുന്നേ? ഇവിടെ നല്ല നീ തിരിച്ചു വന്നേ. അവൻ സോദരൻ, ഹല്ലേലൂയ, മടങ്ങി വന്ന ഒത്തിരി പേര് കളിയാക്കി. ഒന്നും കിട്ടാതെ മടങ്ങി വന്നവൻ പിന്നെ ബോട്ടും വലയായിട്ട് തിരിച്ചു പോവുകയാ. നിനക്ക് എന്തിന്റെ കേടാ? ഇത്ര നേരം സുവിശേഷം കേട്ടിട്ട് എന്തെങ്കിലും നിനക്ക് കിട്ടിയോ? എന്തെങ്കിലും പ്രയോജനം നിനക്കുണ്ടായോ? പൊന്നു സഹോദരി, നിന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുകയാ. ലോകത്തെ നോക്കരുത് കേട്ടോ, ലോകത്തെ നോക്കരുത്. കർത്താവിന്റെ പിന്നാലെ, അയ്യേ, കർത്താവിന്റെ പിന്നാലെ അല്ല, കർത്താവിന്റെ വചനത്തിന്റെ പിന്നാലെ പോകൂ. അവന്റെ വചനം കിടക്കുന്നത് കരയിലല്ല, ആഴത്തിലാ. എന്റെ യേശു പറഞ്ഞില്ല, നീ മാർക്കറ്റിൽ ചെല്ലേ, അവിടെ നിനക്ക് വേണ്ടി അവൻ സ്വത്ര പുതുവഴികളെ തുറക്കുമെന്ന് യേശു പറഞ്ഞില്ല. യേശു പറയുകയാ, ആഴത്തിലോട്ട് തന്നെ ചെല്ലണം. ആരാണ്ടിനൊക്കെ വേണ്ടി പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോ, ആമേൻ, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി നിന്റെ ഭവനത്തിൽ ചിലതിനോട് ഇടപെടുകയാ. വിദൂരങ്ങളിലുള്ള നിന്റെ ഭവനത്തിൽ ഇരിക്കുന്ന ചിലതിനെ ഓർത്ത് നീ കരയുന്നുണ്ട്. നിന്റെ പൊടിഞ്ഞ ഹൃദയം എന്റെ യേശു കണ്ടിട്ടുണ്ട്. യേശുവിന്റെ ആ കണ്ണ്, അഗ്നി ജ്വാലിക്കുന്ന കണ്ണ് അപ്പച്ചനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പച്ചന്റെ പൊടിഞ്ഞ ഹൃദയം എന്റെ യേശു കണ്ടിട്ടുണ്ട്. സഹോദര, നിന്റെ ഹൃദയത്തെ ആരും അറിഞ്ഞില്ലേലും, നിന്റെ ജീവിത പങ്കാളിക്ക് അറിയാൻ പറ്റിയില്ലേലും, അവൻ സഹോദര, ഹല്ലേലൂയ, നിന്റെ ജീവിത പങ്കാളിക്ക് അറിയാൻ പറ്റിയില്ലേലും, നിന്റെ ജീവിത പങ്കാളിക്ക് അറിയാൻ പറ്റിയില്ലേലും, അറിഞ്ഞ ഒരു ദൈവമുണ്ട്. അറിഞ്ഞൊരു ദൈവം, വാവിട്ട് കരയുന്ന ദൈവ പൈതലേ, വാവിട്ട് കരയുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടിയാ ഉത്സവത്തിനെന്ന് പറഞ്ഞ് അവിടെ ദൈവം വന്നത്. എന്റെ യേശു വന്നത് ഉത്സവം കൂടാനൊന്നുമല്ല. യഹൂദന്മാരുടെ ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. അവിടെ വന്നത് ഉത്സവം ഉണ്ടായിട്ടൊന്നുമല്ല, അവിടെ വന്നത് നിന്നെ കാണാനാ. ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് നിന്നെ കാണാനാ. യേശുവിനെ നിന്നെ കാണണം. പത്രോസേ, ഇത്രയും നാളും വലയിറക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. കർത്താവിന്റെ സ്തോത്രം, ഇന്ന് നിനക്ക് കിട്ടും.
എന്താ കാര്യം എന്നറിയാമോ? നീ എന്റെ വാക്കിനെ വിശ്വസിച്ചില്ലേ? ഒരു പൊട്ടനെ പോലെ ലോകത്തെ നോക്കാതെ വലയുമെടുത്ത് പോയില്ലേ? എങ്കിലും നാഥ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് വിളിച്ചു പറഞ്ഞില്ലേ? നിനക്ക് വേണ്ടി എന്റെ സാന്നിധ്യം അവൻ സ്വത്ര ചിലത് ചെയ്യും. കർത്താവിന്റെ സ്വത്ര. ഹല്ലേലൂയ. ദൈവം നിന്റെ കരം പൊട്ടിക്കുന്ന രാത്രിയാ. അവൻ I will restore you. I will restore you. കർത്താവിന്റെ സ്വത്ര. കർത്താവിന്റെ സ്വത്ര. ഹല്ലേലൂയ. യേശയ്യ പ്രവചന പുസ്തകത്തിനകത്ത് മനോഹരമായിരിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവനുണ്ട്. കർത്താവിന്റെ സ്വത്രം. ഹല്ലേലൂയ. എന്റെ യേശു അവൻ സ്വത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്വത്രം. യെശയ്യാവിന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 30-ാമത്തെ തിരുവചനം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആര് വിശ്വസിക്കാം? കരമുയർത്തി ഹൃദയത്തെ എറിഞ്ഞു കൊടുക്കുന്ന നിനക്ക് അവൻ സ്വത്ര. തളർവാദ രോഗി, ഞാൻ നിന്നെ കണ്ടു, പക്ഷേ എനിക്ക് നിന്റെ വിശ്വാസത്തിന്റെ ഒരു ഉറപ്പ് വേണം. ഹല്ലേലൂയ. നിന്റെ വാക്കിന് ഞാൻ വരയിറക്കിക്കൊള്ളാം എന്ന് പറയുന്ന അവൻ സ്വതന്ത്ര. ഹല്ലേലൂയ. ഒരു വിശ്വാസത്തിന്റെ വാക്ക് ഇന്ന് രാത്രി എനിക്ക് ഇട്ടു തരാമോ? അതിന്റെ പുറത്ത് ഞാൻ അത്ഭുതം ചെയ്തോളാം. അവൻ അനുഭവേ അവൻ സ്വതന്ത്രം വിശ്വാസം വിളിച്ചു പറഞ്ഞേ. കർത്താവിന് സ്വതന്ത്രം. ഇന്ന് രാത്രി നിന്റെ വാക്കിന്റെ പുറത്ത് സ്വർഗം അത്ഭുതം ചെയ്യാൻ പോവുക. അവൻ സ്വതന്ത്രം. ഇത്രയും രാത്രി മുഴുവൻ നീ അധ്വാനിച്ചില്ലേ? കർത്താവിന് സ്വതന്ത്രം. ഒരു പൊട്ടനെന്ന് പറയാൻ തുടങ്ങിയില്ലേ? കർത്താവിന് സ്വതന്ത്രം. സ്വർഗം നിന്നെ മാനിക്കും. കർത്താവിന് സ്വതന്ത്രം. ഹല്ലേലൂയ. സ്വർഗം നിന്നെ പണിയും. സ്വർഗം നിന്നെ റിസ്റ്റോർ ചെയ്യും. എനിക്കിവിടെ അറിയാതെ കർത്താവിന് സ്വതന്ത്രം ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. കർത്താവിന്റെ വചനം പറയുക, അവൻ സ്വതന്ത്രം, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇതെന്റെ വാക്കല്ല, ജീവനുള്ള ദൈവത്തിന്റെ വചനമാ. ജീവന്റെയും ആത്മാവിന്റെയും വചനമാ. എറിഞ്ഞു കൊടുത്തു. പ്രേമിച്ചു നോക്കണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവിന്റെ സ്തോത്രം. അത്ഭുതം വേണം. കർത്താവിന്റെ സ്തോത്രം. യേശുവിനോട് പറയുവാനില്ല, വോട്ട് കൊടുക്കാനില്ല, ജീവിതം കൊടുക്കാനില്ല. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ഒരു പക്ഷേ ആയിരക്കണക്കിന് പേര് അന്ന് പത്രോസിന്റെ ബോട്ടിൽ പ്രസംഗിച്ച വചനം കേട്ടു. അവർക്ക് ആർക്കും അവൻ സ്തോത്രം ഹല്ലേലൂയ യേശുവിനെ അവൻ സ്തോത്രം ഹല്ലേലൂയ അനുഭവിക്കുവാൻ സാധിച്ചില്ല. അവര് വചനം കേട്ടിട്ട് തിരികെ പോയി. ഇന്ന് രാത്രി അത്ഭുതത്തിന് വേണ്ടി വന്നെങ്കിൽ നീ തിരികെ പോകും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ബോട്ട് കൊടുത്തിട്ടുണ്ട്, നീ തിരികെ പോകത്തില്ല. നീ കൂടെ പോകും, യേശുവിന്റെ കൂടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എൻ്റെ യേശുവിന് വേണ്ടത് അവൻ സ്തോത്രം അത്ഭുതം കണ്ടിട്ട് മടങ്ങിപ്പോകുന്നവരെയല്ല. അവൻ സ്തോത്രം ലോകത്തെ നോക്കി, ലോകത്തെ ഭയന്നിട്ട് അവൻ സ്തോത്രം എനിക്ക് യേശുവിന് വേണ്ടെന്ന് പറഞ്ഞ് തിരികെ പോകുന്നവരെയല്ല. കൊള്ളായിരുന്നു, വചനം കൊള്ളായിരുന്നു എന്ന് പറയുന്നവരെയല്ല. അവൻ സ്തോത്രം യേശുവിന് വേണ്ടത് അവൻ വള്ളവും അവൻ ഇത് പറയുമ്പോഴൊക്കെ എൻ്റെ ഉള്ളം കീറും. ഇതിനകത്ത് ദൈവദാസന്മാരുണ്ട്. ഇതിനകത്ത് യേശുവിന് വേണ്ടി എല്ലാം കൊടുത്തവരുണ്ട്. ഇതിനകത്ത് യേശുവിനെ കണ്ട് ഇറങ്ങിയവരുണ്ട്. നിന്റെ വിശ്വാസം വെറുതെ ആകത്തില്ല. നീ ഇരിക്കുന്ന സ്ഥലത്ത് സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുക, അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. സാക്ഷാൽ ദൈവപുത്രൻ ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അതിന്റെ 13-ാമത്തെ വാക്യം പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി തീർക്കും. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോകുക, ചുഴലിക്കാറ്റവയെ ചിതറിച്ചു കളയാൻ. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും.
എളിയവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട് വെള്ളം തിരഞ്ഞു നടക്കുന്ന, ഒന്നും കിട്ടാത്ത ചിലതിന് വേണ്ടി, ആമേൻ 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 ആമേൻ, വെള്ളം കാത്തു കിടന്ന, ആമേൻ ആമേൻ, കുളക്കരയിൽ കിടന്ന തളർവാദ രോഗി, ആമേൻ ആമേൻ, വെള്ളം കാത്ത് നീ നടക്കണ്ട. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എന്റെ ദൈവം ഇറങ്ങിയിരിക്കുക. അവരുടെ ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. എന്നാൽ യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. പറഞ്ഞേ, എന്റെ യേശു എന്നെ കൈവിടുകയില്ല. പറഞ്ഞേ 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 പറഞ്ഞേ. I want everyone to say that. Every single person. Hallelujah. പറഞ്ഞേ, യേശു എന്നെ കൈവിടത്തില്ല. നിശ്ചയമായും യേശു എന്നെ കൈവിടത്തില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയിൽ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്ത് നീരുറവുകളുമാക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഗതിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ചു പിടിപ്പിക്കും. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. 21-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവിൻ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രസന്റ് യുവർ കേസ്. നിങ്ങൾ യേശുവിനോട് പറയണം. നിങ്ങളുടെ കേസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ നാട്ടിലെ കോടതിയിലല്ല. ആ കോടതിയിലെ കേസൊക്കെ പിൻവലിച്ച് കളഞ്ഞേരെ. നിങ്ങളുടെ കേസ് കൊടുക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? പ്രസന്റ് യുവർ കേസ്. നിങ്ങൾ പ്രസന്റ് യുവർ കേസ് അവൻ കൊടുക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ എന്ന് യഹോവ കൽപ്പിക്കുന്നു. 21-ാമത്തെ വാക്യം, നിങ്ങളുടെ ന്യായങ്ങളെ കാണിക്കുവിനെന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി ദൈവം ആമേൻ സ്തോത്ര കുരുട്ട് കണ്ണുകളെ തുറക്കും. ആമേൻ സ്തോത്ര ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയിരിക്കുക. ആമേൻ സ്തോത്രം. വള്ളത്തിൽ ആമേൻ സ്തോത്രം മത്സ്യം നിറഞ്ഞ് കവിഞ്ഞപ്പോ, വല കീറാറാകുവോളം മത്സ്യത്തെ കണ്ടപ്പോ, ആമേൻ പത്രോസിന്റെ കണ്ണ് മഞ്ഞളിച്ചില്ല. ലോകത്തിന്റെ പിന്നാലെ പോയില്ല. അവൻ ഡെൽമ മാളും അവൻ ഷോപ്പിംഗ് മാളും നോക്കി അവൻ സ്തോത്രം അവൻ ഓടി നടന്നില്ല. കർത്താവിന്റെ സ്തോത്രം. അവൻ യേശുവിന്റെ കാൽക്കലേക്ക് നെടുമ്പാട് വീണിട്ട് പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യനാ. ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ആരെങ്കിലും അങ്ങനെ പറയാനുണ്ടോ? കർത്താവിന്റെ സ്തോത്രം. സ്വയം നീതീകരിച്ചത് മതി. അവൻ സ്തോത്രം ഹല്ലേലൂയ. സൗഖ്യമാകുവാൻ മനസ്സുണ്ടാകും എന്ന് ചോദിച്ചപ്പോ അവൻ സ്തോത്രം ന്യായീകരണം നടത്തിയത് മതി. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ബെത്ഹെസ്ദ നിന്റെ മുമ്പിൽ നിൽക്കുകയാ. കർത്താവിന് സ്തോത്രം. നിന്റെ ഭവനം നീ കർത്താവിന് കൊടുക്കണം. ഇന്ന് രാത്രി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി യേശുവിനോട് പറയുവാൻ ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, അവൻ സ്തോത്രം കണ്ട കണ്ണ് അവൻ സ്തോത്രം നിന്നെ വിളിച്ച് ബെത്ഹെസ്ദയിൽ കൊണ്ടുവന്നു. നിന്റെ വേദന അറിഞ്ഞിട്ട് അവൻ നിന്നെ വിളിച്ച് ഈ കൂട്ടായ്മയുടെ അകത്ത് കൊണ്ടുവന്ന് നിർത്തി. ഇതിന്റെ അകത്ത് അവൻ സ്തോത്രം അൾത്താരകളില്ല. ഇതിന്റെ അകത്ത് മണി മകുടങ്ങളില്ല. ഇതിന്റെ അകത്ത് മനോഹരമായിരിക്കുന്ന കാർപ്പറ്റുകളില്ല. ഇതിന്റെ അകത്ത് അവൻ സ്തോത്രം അമ്പര ചുംബികളായിരിക്കുന്ന ഗോപുരങ്ങളില്ല. ഇതിന്റെ അകത്ത് മണിയും അവൻ സ്തോത്രം ഹല്ലേലൂയ മണി മുഴക്കങ്ങളുമില്ല. ഇതിന്റെ അകത്ത് നീണ്ട കുപ്പായമുള്ള മനോഹരം രൂപങ്ങളും അവൻ സ്തോത്രം ഹല്ലേലൂയ ചെല്ലും കൂടിലിരിക്കുന്ന അനങ്ങാത്ത മിണ്ടാത്ത അവൻ സ്തോത്രം അവൻ വിഗ്രഹങ്ങളുമില്ല. ഇതിന്റെ അകത്തുള്ളത് ഒന്ന് മാത്രമാ. അവൻ സ്തോത്രം നിന്നെ കണ്ട കണ്ണുകളും നിന്നെ അറിഞ്ഞ ഒരു ദൈവവും. അവന്റെ പേരാണ് നസ്രായനായിരിക്കുന്ന യേശു കർത്താവ്. സാക്ഷാൽ ബെത്ഹെസ്ദ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നതും പ്രസംഗിക്കുന്നതും അവൻ സ്തോത്രം പാഴ് മരങ്ങളെ കുറിച്ചല്ല. അവൻ സ്തോത്രം ഉത്തരം തരാൻ കഴിയാത്ത സിമന്റ് പ്രതിമകളെ കുറിച്ചല്ല ഞാൻ വിളിച്ചു പറയുന്നത്. അവൻ സ്തോത്രം നിന്റെ ഹൃദയം പൊടിഞ്ഞിരിക്കുമ്പോ അവൻ സ്തോത്രം നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ, അവൻ സ്തോത്രം നിന്നെ ഒരു നാളും തള്ളി കളയത്തില്ലെന്ന് വാക്ക് പറഞ്ഞ, അവൻ സ്തോത്രം ഒരു നാളും നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ, ഇതാ ഞാൻ ലോകാന്ത്യത്തോളം
കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം പറഞ്ഞ എന്റെ യേശു നാഥനാ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 13:8 പറയുക, അവൻ ഇന്നലെയും അതേ ഗന്നേസരത്തിന്റെ തടാകത്തിലും അവൻ സ്തോത്രം ഇന്നും എന്നേക്കും ഒരുവൻ തന്നെയാ. അവനൊരു മാറ്റവുമില്ല. അവൻ മുളക്കടയിലും അവൻ ഹല്ലേലൂയ ബെത്ഹസ്ദയിലും അവൻ സ്തോത്രം നിന്റെ ലിവിംഗ് റൂമിലും അവൻ സ്തോത്രം ഇവിടെയും അവൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അവൻ സ്തോത്രം ഈ ഭവനത്തിനകത്തും ഒരുവൻ തന്നെയാ. വിശ്വസിക്കാമോ? എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടഞ്ഞ് വായ്കൾ തുറന്ന് പറഞ്ഞാട്ടെ. നിന്റെ വേദന നീ അവനോട് പറഞ്ഞാ മതി. നിനക്കാരുമില്ലാതിരിക്കുമ്പോ, നിന്നെ കാണാൻ നിന്റെ ജീവിത പങ്കാളിക്ക് കഴിയാതിരിക്കുമ്പോ, നിന്നെ അറിയേണ്ടതുപോലെ അറിയുവാൻ നിന്റെ മാതാപിതാക്കൾക്ക് കഴിയാതെ പോയെങ്കിൽ, അവൻ ആനന്ദ ചേട്ടാ വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചത് അവൻ സ്തോത്രം ഹല്ലേലൂയ കുടുംബത്തിലെ പലരെയും അവൻ സ്തോത്രം നല്ല നിലയിൽ എത്തിക്കുവാൻ വേണ്ടി ചെലവിട്ട ഒടുവിൽ ഒന്നുമില്ലാതെ ഒഴിഞ്ഞ വരയുമായിട്ട് നിൽക്കുന്നില്ലേ? ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം. നിന്റെ അവസ്ഥ എന്റെ കർത്താവിന്റെ കണ്ണ് കണ്ടിട്ടുണ്ട്. അവൻ നിന്നെ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്നെ തൊടുന്ന രാത്രിയാ. നീ ദൂതനെയും ദൂതന്മാരെയും ഒക്കെ ആരാധിക്കൽ നിർത്തി അവൻ സ്തോത്രം ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നില്ലേ? അവൻ സ്തോത്രം ജീവിതം കൊടുത്തോ? എല്ലാ കണ്ണുകൾ പടഞ്ഞിരിക്കുമ്പോ എത്ര പേര് യേശുവിനോട് പറയാ, യേശുവേ നാളുകൾ ഒത്തിരി കഴിഞ്ഞുപോയി, ഒത്തിരി നാളുകൾ ഞാൻ പാഴാക്കി, ചിലത് ഇളകുന്നത് നോക്കി ഞാൻ കാത്തിരുന്നു. അവൻ മാനുഷികമായിരിക്കുന്ന ആശ്രയങ്ങളെയും വലയും പ്ലാറ്റ്ഫോമുകളും അവൻ മത്സ്യങ്ങളുള്ള സ്ഥലവും ഒക്കെ നോക്കി ഞാൻ നടന്നു. എനിക്കൊന്നും കിട്ടിയില്ല. ഒഴിഞ്ഞ കുടവുമായിട്ട് നിൽക്കുകയാ. എന്റെ വലയ്ക്കകത്തൊന്നുമില്ല, എന്റെ ബോട്ടിനകത്തൊന്നുമില്ല. പക്ഷേ ഇന്ന് രാത്രി ഈ കേട്ട വചനത്തിന് മുമ്പിൽ ഞാൻ എന്റെ ജീവിതം ഏൽപ്പിക്കുകയാണ്. എന്റെ ജീവിതത്തിലേക്ക് നീ വരണം. എന്റെ ജീവിതത്തിനകത്തേക്ക് നീ ഇന്ന് രാത്രി വരണം. ഈ 2021 ഈ ഫെബ്രുവരി മാസത്തിന്റെ 2ാമത്തെ ദിവസം, യേശുവേ ഞാൻ ഈ ദിവസം എഴുതി വെക്കും. ഈ ദിവസമാ സാക്ഷാൽ ബെത്ഹസ്ദ അവൻ അത്ഭുതങ്ങളുടെ തമ്പുരാൻ എന്റെ ഭവനത്തിലേക്ക് വന്നതാ. യേശു എന്റെ കൂടെ. യേശു നിന്റെ ഭവനത്തിനകത്തേക്ക് വന്ന യേശുവിനെ നിന്റെ ജീവിതം എറിഞ്ഞേൽപ്പിച്ചു കൊടുത്താൽ പിന്നെ നീ ആ യേശുവിനെ വിട്ട് പോകത്തില്ല. പത്രോസിനെ വിട്ട് പോകുന്നത് പോലെ യേശു ഭാവിക്കുമ്പോ യേശു പറയുകയാ, അവൻ സ്തോത്രം എനിക്ക് വല വേണ്ടല്ലോ, എനിക്ക് ഈ വള്ളവും വേണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. അവൻ ആ വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് എന്റെ യേശുവിന്റെ കൂടെ പോവുകയാണ്. ഇന്ന് രാത്രി എത്ര പേര് പറയും, എന്റെ അച്ചാച്ചന്റെ സമ്മതമൊന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് വിഷയം എന്റെ യേശുവാ. നിങ്ങൾ ആരും എന്നോട് പിണങ്ങരുത് കേട്ടോ. എന്റെ യേശു തന്നതുപോലെ അവൻ സ്തോത്രം എനിക്ക് വേണ്ടി ആരും അവന്റെ രക്തം ഊറ്റി തന്നിട്ടില്ല. എന്റെ യേശു തന്നതുപോലെ ആരും അവൻ സ്തോത്രം എനിക്ക് വേണ്ടി ജീവൻ തന്നിട്ടില്ല. അവൻ സ്തോത്രം നീ എന്റെ ജീവനേക്കാളും സ്നേഹമാണെന്നൊക്കെ അച്ചാച്ച പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് മാത്രമാ. അവൻ സ്തോത്രം അങ്ങനെ തന്നിട്ടൊന്നുമില്ല. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ആരെങ്കിലും മരിച്ചിട്ടുണ്ട്, അതെന്റെ യേശുവാ. കർത്താവിന്റെ സ്തോത്രം. എന്നെ മനസ്സിലാക്കാതെ എന്റെ വീഴ്ചയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കുറ്റം പറഞ്ഞില്ലേ? അവൻ സ്തോത്രം. എന്നാൽ കുറ്റം പറയാതെ ചേർത്ത് പിടിച്ച അവൻ സ്തോത്രം ഒരു പിതാവ് എനിക്കുണ്ട്. ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോ കൂട്ടുവിശ്വാസിക്കും കൂട്ടു സഹോദരന്മാർക്കും അസോസിയേറ്റ് പാസ്റ്ററിനും ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവരെല്ലാവരും പറഞ്ഞു, അവൻ സ്തോത്രം നഷ്ടപ്പെട്ടു പോയവനാ, ഇവൻ പിന്മാറ്റക്കാരനാ, ഇവൻ കൊള്ളരുതാത്തവനാ, ഇവൻ വീണവനാ, അവൻ സ്തോത്രം ഇവൻ തള്ളിക്കളഞ്ഞവനാ, ഉപേക്ഷിച്ചവനാ. കർത്താവിന് സ്തോത്രം. എന്നാൽ ഒരുവൻ മാത്രം അവൻ സ്തോത്രം അവനെ തള്ളിയില്ല. അവൻ സ്തോത്രം മറ്റാരുമല്ല, അവൻ സ്തോത്രം അവന്റെ പിതാവാ. ഇന്ന് രാത്രി യേശു നിന്റെ പിതാവാണെങ്കിൽ അവൻ സ്തോത്രം അവൻ നിന്നെ തള്ളത്തില്ല. പ്രിയ ദൈവ പൈതലേ, വിശ്വസിച്ചാട്ടെ.
എന്റെ ജീവിതം നിനക്ക് തരികയാണ്. അവൻ സ്തോത്രം. ഇന്ന് രാത്രി മുതൽ ഒരു പിരിയാ ബന്ധത്തിലേക്ക് ഞാൻ വരികയാണ്. എനിക്ക് പട്ടക്കാരനും വേണ്ട, അവൻ സ്തോത്രം. എനിക്ക് പള്ളിയും വേണ്ട, എനിക്ക് വള്ളവും വേണ്ട, എനിക്ക് വലയും വേണ്ട, അവൻ സ്തോത്രം. എനിക്ക് വിഗ്രഹങ്ങളും വേണ്ട, അമ്പലവും വേണ്ട, ക്ഷേത്രവും വേണ്ട. കർത്താവിന് സ്തോത്രം. എനിക്ക് പുണ്യവാളന്മാരും വിശുദ്ധന്മാരും വേണ്ട, അവരെ ഒക്കെ എനിക്ക് സ്നേഹമാ കർത്താവേ. എന്നാ എന്റെ വോട്ട് നിനക്കുള്ളതാ, എന്റെ ജീവിതം നിനക്കുള്ളതാ കർത്താവേ. എന്റെ ഉള്ളത്തിനകത്ത് അതിശക്തമായിട്ട് നീ ചലിക്കാൻ തുടങ്ങുന്നതിനായിട്ട് നന്ദി കർത്താവേ. ഈ കരങ്ങൾ ഇപ്പോൾ തന്നെ പിടിക്കണം കർത്താവേ. ഇനി ഈ കൈവിടരുത്. എനിക്ക് വേറെ ആരും എന്നെ പിടിക്കണ്ട. ഈ കരം എന്റെ യേശു എന്നെ പിടിച്ചാൽ മതി. ദൈവമേ നിനക്ക് നന്ദി, നിനക്ക് സ്തുതി കർത്താവേ. എന്റെ പാപം എല്ലാം എന്നോട് ക്ഷമിക്കണമേ. എല്ലാ കരങ്ങളും ഉയർത്തിയാട്ട്, ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ട്. നിങ്ങൾ ഒരു പക്ഷേ ഒത്തിരി പ്രാവശ്യം പറഞ്ഞതായിരിക്കും, എന്നാലും ഒരു തവണ ഇന്ന് രാത്രി വ്യത്യസ്ത ഉണ്ടല്ലോ. ഇന്ന് രാത്രി കൃപ നിറഞ്ഞവൻ, അവൻ സ്തോത്ര കൃപയും സത്യവും നിറഞ്ഞവൻ നമ്മുടെ ലിവിംഗ് റൂമിനകത്തുണ്ടല്ലോ. ഒരിക്കൽ കൂടി പറഞ്ഞാട്ടെ, പത്രോസിനെ പോലെ ഞാൻ പാപിയാ, ഞാൻ പാപിയാ. വിശ്വാസി എന്ന് എനിക്ക് പേരുണ്ട്. അവൻ പെന്തിക്കോസ്തുകാരൻ എന്നൊക്കെ പേര് കാണും. വീണ്ടും ജനിക്കപ്പെട്ടവനെന്ന് പേരുണ്ട്. അവൻ സ്തോത്രം യേശു ഭയങ്കര ഭക്തനാണെന്ന് പേരുണ്ട്. പക്ഷേ ഞാൻ പാപിയാ, ഞാൻ പാപിയാ. പത്രോസ് പറയാ ഞാൻ പാപിയാ. അവന്റെ കാലിൽ മുറുകെ പിടിച്ച പത്രോസ് കരയാൻ തുടങ്ങി. പത്രോസ് വാവിട്ട് കരയാൻ തുടങ്ങി. എനിക്ക് ഉറപ്പാ പത്രോസ് വാവിട്ട് കരയാൻ തുടങ്ങി കാണും, വാവിട്ട് കരയാൻ തുടങ്ങി കാണും. കാരണം പത്രോസിന്റെ സ്വഭാവം അവൻ സോദരൻ തിരുവചനം പഠിക്കുമ്പോൾ നന്നായിട്ട് അറിയാം. വാവിട്ട് കരയുക, യേശുവേ ഞാൻ പാപിയാ. അവൻ സോദരൻ, പത്രോസേ എന്തിനാ നീ കരയുന്നേ? എന്തിനാ നീ പാപിയാണെന്ന് വിളിച്ചു പറയുന്നേ? നിനക്ക് ഞാൻ നന്മ തന്നപ്പോ, നിന്റെ വള്ളം നിറച്ചപ്പോ, നിന്റെ വലയ്ക്കകത്ത് ഒത്തിരി മീനിനെ ഞാൻ തന്നപ്പോ നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ ഞാൻ പാപിയാണെന്ന് പറഞ്ഞ അലമുറയിടത്തെ കർത്താവിന്റെ സ്തോത്രം. നിന്റെ പാപത്തെ കുറിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞില്ലല്ലോ, നീ ചെയ്ത പോരായ്മയെ കുറിച്ച് ഞാൻ എണ്ണി പറഞ്ഞില്ലല്ലോ. നാഥാ ഇല്ല, ഞാൻ പാപിയാ. ഇന്ന് രാത്രി സ്വർഗം നിന്റെ അടുത്തുണ്ടേ അവൻ സ്തോത്രം നീ വിളിച്ചു പറയും, അവൻ കർത്താവ് എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. ഈ വള്ളം വേണ്ട, ഈ വല വേണ്ട. കർത്താവിന് സ്തോത്രം. അവൻ തളർവാദ രോഗി അവൻ സ്തോത്രം യേശുവിനോട് പറയുക, കർത്താവിന് സ്തോത്രം, എനിക്ക് സൗഖ്യം വേണം. ദൈവത്തിന്റെ വചനം പറയുക, അടുത്ത വാക്യത്തിനകത്ത് എന്റെ യേശു വിളിച്ചു പറയുക, അവൻ സ്തോത്രം നിന്റെ കിടക്കെടുത്ത് നടക്കാൻ തുടങ്ങുക. അവൻ കർത്താവിന്റെ സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു, അപ്പാ കുറച്ചും കൂടിയൊക്കെ അവൻ ഡ്രാമാറ്റിക്കലായിട്ട് പറയായിരുന്നില്ലേ? അവൻ സ്വർഗീയ പിതാവേ, അവൻ സ്വതന്ത്രപുത്രനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കായിരുന്നില്ലേ? ഇല്ല, ഒന്നുമില്ല. എന്റെ യേശു ഓരോറ്റ വാക്ക് നിങ്ങൾക്കറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം പറയാ, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ആ കരമുയർത്തിയിരിക്കുന്ന ഹൃദയം ദൈവ തിരുസന്നിധിയിലേക്ക് കൊടുത്തിരിക്കുന്ന ദൈവ പൈതലെ, അവൻ സ്തോത്രം, നീ വിശ്വാസത്താൽ എഴുന്നേറ്റോ. ഒരു അത്ഭുതം കാണാൻ വേണ്ടി നീ ഇനി നോക്കണ്ട. കർത്താവിന്റെ സ്തോത്രം. ഇനി അവൻ സ്തോത്രം അത്ഭുതം കണ്ടിട്ട് എഴുന്നേക്കാമെന്ന് ആരും പറയരുത്. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി എഴുന്നേറ്റോ, എഴുന്നേറ്റോ. കർത്താവിന്റെ സ്തോത്രം. അവൻ സ്തോത്രം നീ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ സ്തോത്രം നീ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിക്കോ. എഴുന്നേറ്റ് പ്രവചിച്ചു, എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, എഴുന്നേറ്റ് അവൻ സ്തോത്രം ഹല്ലേലൂയ സൗഖ്യമാക്കുവാൻ തുടങ്ങിക്കോ. എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിക്കോ. എഴുന്നേറ്റ് അവൻ ദൈവരാജ്യത്തിന് വേണ്ടി ഓടാൻ തുടങ്ങിക്കോ. എഴുന്നേറ്റ് അവൻ സ്തോത്രം ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി കൊടുക്കാൻ തുടങ്ങിക്കോ. എഴുന്നേറ്റ് അവൻ സ്തോത്രം ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായിട്ട് അവൻ ഈ സുവിശേഷം പറയാൻ തുടങ്ങിക്കോ. എഴുന്നേറ്റ് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിക്കോ. എഴുന്നേറ്റ് ഈ നല്ല ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കുവാനായിട്ട് തുടങ്ങിക്കോ. എഴുന്നേറ്റ് പ്രകാശിച്ചു. അവൻ നിന്റെ പ്രകാശം ഉദിച്ചിരിക്കുക. എന്റെ പ്രകാശം നിന്റെ പേര് ഉദിച്ചിരിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവവേദനെ അവൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ. അവൻ സ്തോത്രം ശക്തിയെ പുതുക്കുക. അവൻ സ്തോത്രം ആമേൻ. യെശയ്യാ പ്രവചന പുസ്തകത്തിനകത്ത് അവൻ 40-ാമത്തെ അധ്യായത്തിനകത്ത് അവൻ സ്തോത്രം ഹല്ലേലൂയ 31-ാമത്തെ തിരുവചനം പറയുകയാണ്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ ഇതിന്റെ അകത്ത് കാത്തിരുന്നവരുണ്ട്. ആമേൻ. കാത്തിരുന്നവരുണ്ട്. ബെത്ഹസ്ദയെ നോക്കി കാത്തിരുന്നവരുണ്ട്.
കൃപയെ നോക്കി കാത്തിരുന്നവനുണ്ട്. അവൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, നിന്റെ ശക്തി പുതുക്കപ്പെടുക. അവൻ നീ കഴുകനെ പോലെ, അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് 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 കയറും. ഇതിന്റെ അകത്ത് ചിറകടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. I can hear the sound of eagles, hallelujah, mounting up with wings like eagles in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആമേൻ സ്തോത്രം. നിനക്ക് ചിറക് മുളക്കുകയാ. ആമേൻ സ്തോത്രം. നിന്നെ അരിഞ്ഞു കളഞ്ഞ് ആമേൻ സ്തോത്രം ചിറക് നിനക്ക് വെച്ചു തരുന്നൊരു സ്വർഗമുണ്ട്. ഇത് ഞാൻ വിളിച്ചു പറയുകയല്ല, ഇത് ഞാൻ പ്രവചിക്കുകയാ. ആമേൻ. പിടിക്കാൻ ആരെങ്കിലും ഉണ്ട്? ആമേൻ സ്തോത്രം. വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ട്? വായി തുറന്ന് കരങ്ങളെ അടിച്ച് ആമേൻ 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 ആമേൻ. പരിശുദ്ധാത്മാവ് പ്രവചിക്കും. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുമ്പോ, പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോ മിണ്ടാതിരിക്കരുത്. ആമേൻ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് കയറും. ഇന്ന് രാത്രി നീ തളർന്നു പോകത്തില്ല. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അങ്ങ് വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശുവ